സദസ്സിലുള്ള എൻ്റെ ആദരണീയനായ അധ്യാപകനും കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലറുമായിരുന്ന ഡോക്ടർ ധർമ്മരാജ് അടാട്ട് മാഷ്, എൻ്റെ അധ്യാപിക കൂടിയായിട്ടുള്ള ഡോക്ടർ റീജ ബി കാവനാൽ, സ്വാഗതം ആശംസിച്ച ശ്രീ ജ്യോതിഭായ് പെരിയാടത്ത്, ഏറെ പ്രിയമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കേരള നവോത്ഥാനവും പണ്ഡിറ്റ് കറുപ്പനും എന്നുള്ളതാണ് ഇന്നത്തെ ഇവിടുത്തെ ചർച്ചാ വിഷയം. ഏറെ ആദരണീയനായ എൻ്റെ അധ്യാപകൻ ധർമ്മരാജ് അടാട്ട് മാഷ് രചിച്ച പണ്ഡിറ്റ് കറുപ്പനും കേരള നവോത്ഥാനവും എന്ന പുസ്തകത്തിൻ്റെ പുസ്തകത്തിൻ്റെ പ്രകാശനത്തോടനുബന്ധിച്ചാണ് ഇന്നിവിടെ ഈ സെമിനാർ നടത്തുന്നത് എന്നുള്ളത് വ്യക്തിപരമായ ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം ഞങ്ങൾ ഗവേഷക വിദ്യാർത്ഥിയായിട്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഉള്ളിലേക്ക് ഈ സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്ന രീതിയിൽ സാമൂഹ്യ നീതിയുടെ ആശയങ്ങളെ, ഒരുപാട് കനലുകളെ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് വാരിയിട്ട ഒരു അധ്യാപകനാണ് അടാട്ട് മാഷ്. അത് ഈ സന്ദർഭത്തിൽ ഓർക്കാൻ കഴിയുന്ന എന്നെ സംബന്ധിച്ച് വളരെ വ്യക്തിപരമായ ഒരു അഭിമാനം കൂടിയാണ്. അതുപോലെ തന്നെ റീജ ടീച്ചർ. അപ്പോൾ അവരുടെ മുമ്പിൽ ഈ സെമിനാർ, എൻ്റെ അധ്യാപകരായിട്ടിരിക്കുന്നവരുടെ മുമ്പിൽ ഈ സെമിനാർ അവതരിപ്പിക്കുന്നു എന്നുള്ളത് വീണ്ടും വ്യക്തിപരമായ ഒരുപാട് ആത്മാഭിമാനം നൽകുന്നുണ്ട്. ആ സന്തോഷവും സ്നേഹവും കൂടി പങ്കുവെച്ചുകൊണ്ട് ഈ വിഷയത്തിലേക്ക് കടക്കട്ടെ. എന്താണ് നവോത്ഥാനം എന്ന് പറയുന്നത്? നമ്മൾ നവോത്ഥാനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ പഴയകാല ചരിത്രം മാത്രമല്ല, വർത്തമാന കാലത്തോട് നവോത്ഥാന ആശയങ്ങൾ എങ്ങനെ സംവദിക്കുന്നു എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ പൊതുവേ പറയും നമ്മളെല്ലാം നമ്മൾ നവോത്ഥാനിച്ചു ഒരുപാട്. കേരള സമൂഹം ഇപ്പം നവോത്ഥാനിച്ച് 916 പുരോഗമനകാരികളായി മാറിയിരിക്കുകയാണെന്നൊരു തെറ്റിദ്ധാരണ പൊതുവേ കേരള സമൂഹത്തിനുണ്ട്. പക്ഷേ ആ തെറ്റിദ്ധാരണ മാറ്റേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ളതാണ് വർത്തമാനകാല സംഭവ വികാസങ്ങളെല്ലാം തെളിയിക്കുന്നത്. അതുകൊണ്ട് പണ്ഡിറ്റ് കറുപ്പനിലേക്കും കേരള നവോത്ഥാനം എന്ന് പറയുന്ന ആശയത്തിലേക്കും വരുന്നതിന് മുമ്പ് സമകാലീന കേരളീയ സമൂഹത്തെ, രോഗാതുരമായ കേരളീയ സമൂഹത്തെ നമ്മളൊന്ന് ആഴത്തിൽ പരിശോധിക്കേണ്ടി വരും. അത് പരിശോധിക്കുമ്പോൾ മാത്രമേ എന്തിനാണ് നമ്മൾ നവോത്ഥാനത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നത് എന്ന് നമുക്ക് ബോധ്യം വരത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ബോധ്യം വരത്തില്ല. ചില പഴയ പുരാണങ്ങൾ പറയുന്നതായിട്ട് തോന്നും. സഹോദരയ്യപ്പനെ പറ്റി പറയുന്നു, നാരായണ ഗുരുവിനെ പറ്റി പറയുന്നു, മട്ടി തങ്ങളെ പറ്റി പറയുന്നു. ഒരുപാട് ആളുകൾ, മഹാന്മാരായിട്ട് ആളുകൾ നമുക്കുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഒരു PSC ഒബ്ജക്റ്റീവ് ടൈപ്പ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതാൻ പാകത്തിലുള്ള ഒരു ചരിത്രാവതരണമായിട്ടത് മാറുകയും ആ ചരിത്രം നമ്മോട് സംവദിക്കാത്ത ചരിത്രമായിട്ട് മാറുകയും ചെയ്യും. അത് അനുവദിച്ചു കൂടാത്തതാണ് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് വർത്തമാനകാല സംഭവവികാസങ്ങൾ ഈ നവോത്ഥാന ചരിത്രവുമായി തട്ടിച്ചു നോക്കുമ്പോൾ നമ്മളെ ലജ്ജിപ്പിക്കുന്നതാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. ആ സംഭവവികാസത്തെ പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിലേക്ക് കടക്കാം. അതിലൊന്ന്, കേരള നവോത്ഥാനം എന്തിനായിരുന്നു അടിസ്ഥാനപരമായി നടന്നത്? സുനിൽ മാഷ് പറഞ്ഞു മനുഷ്യനാകുന്നതിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മളെല്ലാം മനുഷ്യരായോ? നമ്മൾ മനുഷ്യരായില്ല. ഇപ്പോഴും മനുഷ്യരായിട്ടില്ല. വൈക്കത്ത് സത്യാഗ്രഹം നടന്നതിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുന്നൊരു സന്ദർഭം കൂടിയാണിത്. എന്തിനാണ് TK മാധവൻ്റെ നേതൃത്വത്തിൽ വൈക്കത്ത് സത്യാഗ്രഹം നടന്നത്? അത് മറ്റൊന്നിനും വേണ്ടിയായിരുന്നില്ല. ക്ഷേത്രത്തിൽ പ്രവേശിക്കുക എന്ന ആവശ്യം മുൻനിർത്തി മാത്രമായിരുന്നില്ല. എല്ലാ മനുഷ്യരും ആത്മാഭിമാനമുള്ള മനുഷ്യരാണെന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് TK മാധവൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രപ്രവേശന സമരം നടന്നത്. എന്നിട്ട് ഇപ്പോൾ എവിടെ എത്തി? എല്ലാവരും ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നുണ്ടില്ലേ? ഉണ്ടോ? എല്ലാവരും പോകുന്നുണ്ട്. എവിടെ വരെ പോകുന്നുണ്ട്? ശ്രീകോവിലിൻ്റെ മുമ്പിൽ വരെ പോകാം. നമ്മളിപ്പോൾ തൃശ്ശൂരായിരിക്കുന്നത്, ഇതിനടുത്താണ് ഗുരുവായൂർ ക്ഷേത്രം. പക്ഷേ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു പാചകക്കാരനെ വേണ്ടി വന്നപ്പോൾ പാചകക്കാരൻ ഒരു ബ്രാഹ്മണനായിരിക്കണമെന്ന് 2023 24 നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുക. ഭയങ്കര നവോത്ഥാനമാണ്. അപ്പോൾ പണ്ഡിറ്റ് കറുപ്പൻ്റെ പേരെഴുതി വെച്ചിട്ട് നമ്മൾ ലജ്ജിക്കണം. നമ്മൾ സ്വയം ലജ്ജിക്കണം. ഈ തൃശ്ശൂർ തന്നെയാണ് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യൻ ക്ഷേത്രം. ആ കൂടൽമാണിക്യൻ ക്ഷേത്രത്തിൽ ഒരു ഈഴവന് കഴകക്കാരനായിട്ട് പോലും കൂടൽമാണിക്യൻ ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്ത അവസ്ഥയാണ്.
നവോത്ഥാനം 916 കടന്ന് അതിൻ്റെ അപ്പുറത്തേക്ക് പോയിരിക്കുക, ഇപ്പോഴും കഴിയുന്നില്ല. ക്ഷേത്രത്തിൽ ചെന്നാൽ ഇപ്പോഴും പ്രസാദം ഇങ്ങനെ എറിഞ്ഞാണ് കൊടുക്കുന്നത്. ഞാൻ ഒരുപാട് വേദികളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പ്രസാദം എറിഞ്ഞു കൊടുക്കുക. എന്തുകൊണ്ട്? തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒരു മാറ്റവുമില്ലാതെ പുതിയ രൂപത്തിലും ഭാവത്തിലും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു. മറ്റൊരു തരം തൊട്ടുകൂടായ്മയുണ്ട്. അതിവിടെ പറയാൻ പാടുമോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അത് എന്ന് പറയുന്നത് നവോത്ഥാന കാലത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആശയമായിരുന്നു സഹോദരയ്യപ്പൻ മുന്നോട്ട് വെച്ചത്. പ്രാതിനിധ്യമാണ് എൻ്റെ ദേശീയവാദം, സാമുദായിക പ്രാതിനിധ്യമാണ് എൻ്റെ ദേശീയവാദം. സാമുദായിക പ്രാതിനിധ്യമില്ലാത്ത ദേശീയവാദം കേവലം ചില ജാതികൾക്കുള്ള കുത്തകയായി മാത്രമേ വരികയുള്ളൂ എന്ന് നാരായണ ഗുരുസ്വാമികളുടെ നേർശിഷ്യൻ സഹോദരൻ അയ്യപ്പൻ പറഞ്ഞു വെച്ചു. എന്തുകൊണ്ടാണ് ഇവിടെ ഇത് സൂചിപ്പിക്കുന്നത്? നവോത്ഥാന കാലഘട്ടം എന്നറിയപ്പെടുന്ന, ഞാൻ ആ പേരിനോട് വിമർശനമുള്ള ഒരാളാണ്. സുനിൽ മാഷ് അത് സംബന്ധിച്ച് സൂചിപ്പിച്ചു. എന്തുകൊണ്ടാണ് ആ വിമർശനം എന്ന് പറഞ്ഞിട്ട് ഈ വിഷയത്തിലേക്ക് വരാം. നവോത്ഥാനം എന്ന് പറയുന്ന ആശയം ഓൾ ഇന്ത്യ ലെവലിൽ നമ്മൾ പരിശോധിച്ചാൽ അറിയാം, അതൊരു ബംഗാൾ ഭദ്രലോകിൻ്റെ ഒരു സങ്കല്പമായിരുന്നു. ആ സങ്കല്പം അനുസരിച്ച് വേദങ്ങളിൽ നിന്നും ഇതിഹാസങ്ങളിൽ നിന്നും പുരാണങ്ങളിൽ നിന്നും ചില ആശയങ്ങൾ കണ്ടെടുത്തുകൊണ്ട് ആ മഹത്തായ ആശയങ്ങളിലേക്ക് കടന്നു പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്ന് കരുതുന്ന ഭൂതകാലാവിഷ്ടമായ ഒരു സങ്കല്പം. ഒരു ഉദാഹരണം പറയാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു കേൾക്കുമ്പോൾ നമുക്ക് തോന്നും വളരെ മഹത്തായ ആശയമാണെന്ന്. പക്ഷെ അതിന് മുമ്പുള്ള ചില വരികളൊന്ന് വായിച്ചു നോക്കണം. സ്വസ്തി പ്രജാഭ്യം പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീഷ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. പശുവിനും ബ്രാഹ്മണർക്കും സുഖമാണെങ്കിൽ ലോകത്തിന് മുഴുവൻ സുഖം എന്ന് പറയുന്ന ഒരവസ്ഥാവിശേഷം. അപ്പോൾ പശു ഗോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗോ എന്ന് പറഞ്ഞാൽ പശു, പശു എന്ന് പറഞ്ഞാൽ സർവ്വ ജീവജാലങ്ങളും. അപ്പോൾ എന്താണ് അർത്ഥം? എല്ലാ ജീവജാലങ്ങൾക്കും സുഖം വന്നാൽ ലോകത്തിന് സുഖം. ഈ രീതിയിൽ ഗോ എന്ന് പറയുന്ന പദത്തെ സംസ്കൃത പണ്ഡിതന്മാരെയും സംസ്കൃത ഭാഷാ പഠിതാക്കളെയും പരിഹസിക്കുന്ന രീതിയിൽ ഗോ എന്ന് പറയുന്ന വാക്കിനെ, പദത്തെ ഈ രീതിയിൽ വ്യാഖ്യാനിച്ച് വഷളാക്കുന്ന രീതിയിൽ കൊണ്ടുവരിക. എന്നിട്ട് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സങ്കല്പമാണെന്ന് പറഞ്ഞു വെക്കുക. മറ്റൊന്നാണ് ഋഗ്വേദത്തിലെ തന്നെ ഒരു വാക്യമുണ്ട്. അത് യമനും മാതരിശ്വാവും എല്ലാം തന്നെ ഈ ദേവന്മാരുടെ വ്യത്യസ്ത ഭാവങ്ങളാണ് എന്ന് പറയുന്ന ഒരു ഋഗ്വേദ സൂക്തം. ആ സൂക്തം അനുസരിച്ച് നോക്കിയാൽ ഈ വ്യത്യസ്തങ്ങളായ ദൈവസങ്കല്പങ്ങളെല്ലാം തന്നെ ഒരു പരമാത്മാവിൻ്റെ രൂപഭാവങ്ങളാണെന്ന് പറയുന്ന സങ്കല്പം. യഥാർത്ഥത്തിൽ ഇതെന്തിനുണ്ടായതാ? ഈ വ്യത്യസ്തങ്ങളായ ദേവതാ സങ്കല്പങ്ങളെ ആരാധിച്ചുകൊണ്ടിരുന്ന ഗോത്രങ്ങൾ തമ്മിൽ കലഹം ഉടലെടുത്തപ്പോൾ ആ ഗോത്രവൈരം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടായ സൂക്തം. അതിൽ കവിഞ്ഞ് വേറെ അർത്ഥങ്ങളോ കാര്യങ്ങളോ ഒന്നും ആ സൂക്തത്തിനില്ല. പക്ഷേ ഇപ്പോൾ അതിനെങ്ങനെ വ്യാഖ്യാനിക്കുന്നു? പരമാത്മാവിൻ്റെ വ്യത്യസ്ത രൂപഭാവങ്ങളാണ് ഈ സൂക്തം കൊണ്ട് അർത്ഥമാക്കുന്നതെന്ന രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ച് വശം കെടുത്തുന്നു. ഈ രീതിയിൽ അതുപോലെ തന്നെ നമ്മൾ വളരെ അടുത്ത് കണ്ട ഒരു കാര്യമാണ് ഈ അധ്യാപകരുടെ കാല് കഴുകുന്ന പരിപാടി. അത് ആർഷഭാരതത്തിൻ്റെ മഹത്തായ സംസ്കാരമാണെന്നാണ് പറയുന്നത്. ഇതിനെയൊക്കെ ഏത് നവോത്ഥാനമാണോ ഇതിനെയൊക്കെ പുറന്തള്ളിയത്, അതിനെയൊക്കെ തന്നെ വീണ്ടെടുക്കുന്ന പരിപാടിയിലാണ് നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നത്. നാരായണ ഗുരുസ്വാമികളുടെ കാലം എത്ര പേര് കഴുകിയിട്ടുണ്ട്? അദ്ദേഹം കഴുകിപ്പിച്ചിരുന്നോ? വലിയ ആചാര്യനായിരുന്നല്ലോ നാരായണ ഗുരു. പക്ഷേ ഗുരുക്കന്മാരെ നിരത്തിയിരുത്തി, ഗുരുക്കന്മാർ കോട്ടാൻകോട്ടിലാണ് പറയുന്നത്, അവരെ നിരത്തിയിരുത്തി കാല് കഴിയിച്ചാൽ മാത്രമേ വിജ്ഞാനം ഇങ്ങനെ ശിഷ്യന്മാരിലേക്ക് പ്രവഹിക്കൂ എന്ന് പറയുന്ന ജനാധിപത്യ വിരുദ്ധമായ ഒരു സമീപനം, ഇതെല്ലാം ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുക. വെജിറ്റേറിയനിസം മുൻപത്തേക്കാൾ അധികമായിട്ട് ശക്തമായിട്ട് ഇപ്പോൾ വെജിറ്റേറിയനിസം നമ്മുടെ സമൂഹത്തെ വിഴുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. യഥാർത്ഥത്തിൽ വെജിറ്റേറിയനിസം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മറുവഴി ജാതിയാണ്. മറുവഴി ജാതി വ്യവസ്ഥ മറ്റൊരു രൂപത്തിൽ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ രാമനും കൃഷ്ണനും ഒക്കെ വെജിറ്റേറിയൻ ആയിരുന്നു? കാട്ടിലവർക്ക് വെണ്ടയ്ക്ക കൃഷിയായിരുന്നോ? ഒന്നും ആയിരുന്നില്ല, ഒന്നുമല്ല. ഉച്ചയ്ക്ക് നല്ല തവിട് കളയാത്ത ചോറാണോ രാമനും സീതയും കൃഷ്ണനും ഒക്കെ കഴിച്ചുകൊണ്ടിരുന്നത്? അല്ല. പക്ഷേ രാമായണം സീരിയലിൽ നമ്മളെന്താണ് കാണുന്നത്? രാമായണ സീരിയലിൽ തട്ടത്തിനകത്ത് ആപ്പിൾ, ഓറഞ്ച്, മുന്തിരി ഇതൊക്കെ ഇരിക്കുക.
ഇവിടെ മുസ്ലിങ്ങൾ, ഈ മുഗളന്മാരും മുസ്ലിങ്ങളും ഒക്കെ കടന്നു വന്നതിന് ശേഷമാണ് ആപ്പിളിൻ്റെ കൃഷിയുടെ ചരിത്രം ഒന്ന് പരിശോധിക്കണം. എന്നിട്ട് പക്ഷേ രാമായണ സീരിയൽ തുറക്കുമ്പോൾ കാണുന്നത് എന്താണ്? ആപ്പിൾ തട്ടത്തിരിക്കുന്ന രംഗമാണ്. കൃഷ്ണൻ ചപ്പാത്തി തിന്നുന്ന രംഗമാണ് നമ്മൾ ശ്രീകൃഷ്ണ പരമ്പരയെ കാണുന്നത്. വിപുലമായ ഗോതമ്പ് കൃഷിക്കൊക്കെ ശേഷമേ ചപ്പാത്തി ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ കൃഷ്ണൻ ചപ്പാത്തി തിന്നുന്ന രംഗം നമ്മൾ ശ്രീകൃഷ്ണ പരമ്പരയെ കാണുക. യഥാർത്ഥത്തിൽ വാൽമീകി രാമായണം പരിശോധിക്കുമ്പോഴറിയാം, നല്ല ഒന്നാന്തരമായിട്ട് ചിക്കനും മട്ടനും ബീഫും ഒക്കെ കഴിച്ചിരുന്ന ആളാണ് രാമനെന്ന് വാൽമീകി രാമായണം പരിശോധിച്ചാൽ അറിയാം. വാൽമീകി രാമായണത്തിൽ സീതയും രാമനും വനവാസത്തിന് പോകുന്ന രംഗമുണ്ട്. അപ്പോൾ ഗംഗാദേവി, ഗംഗയോട് സീത പ്രാർത്ഥിക്കുന്ന ഒരു രംഗമുണ്ട്. യക്ഷേ ത്വാം പ്രിയതാം ദേവി, അല്ലോ യക്ഷി നീ ഞങ്ങളിൽ പ്രീതിപ്പെടുക, വനവാസം കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ എന്ത് നൽകാം? സുരാഘട സഹസ്രേണ മാംസഭൂതൗദനേന ച, 1000 മദ്യകുംഭം നൽകാം. പിന്നോ മാംസഭൂതൗദനേന ച, ഓദനം എന്ന് പറഞ്ഞാൽ ചോറെന്നർത്ഥം, മാംസം എന്ന് പറഞ്ഞാൽ മാംസം എന്ന് തന്നെ അർത്ഥം. പക്ഷേ ലീലാവതി ടീച്ചർ വ്യാഖ്യാനിക്കുമ്പോൾ മാംസം എന്ന് പറഞ്ഞാൽ പരിഭാഗമായ ഫലമാണെന്ന് ടീച്ചർ വ്യാഖ്യാനിക്കും. കാരണം ഈ രാമൻ മാംസം കഴിക്കുമെന്ന് ചിന്തിക്കാൻ ലീലാവതി ടീച്ചർക്ക് കഴിയില്ല. അപ്പോൾ ടീച്ചർ അതിനെ നല്ല പഴുത്ത പഴമാണെന്ന് പറയും. പക്ഷേ പഴുത്ത പഴമൊന്നുമല്ല, നല്ല ഒന്നാന്തരം മാംസം തന്നെ. അപ്പോൾ ഓദനം എന്ന് പറഞ്ഞാൽ ചോറ്, മാംസോദനം എന്ന് പറഞ്ഞാൽ മാംസച്ചോറ്. മാംസച്ചോറെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? കേട്ടില്ല, വിദ്യാർത്ഥികൾക്ക് ശബ്ദമില്ലേ? അപ്പോൾ എന്താണ് സീത ഗംഗയ്ക്ക് വഴിപാടായി നേർന്നത്? കേട്ടില്ല. ബിരിയാണി. അത് ചിക്കൻ ബിരിയാണിയോ ബീഫ് ബിരിയാണിയോ ആണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. അങ്ങനെ രാമനും സീതയും മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും കഴിച്ചുകൊണ്ടിരുന്ന കാലത്ത് നിന്നും എല്ലാവരും ഇപ്പോൾ സാമ്പാർ പോലനും പച്ചടിയും കഴിച്ചാൽ മതി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. നാരായണ ഗുരുവിൻ്റെ നേർശിഷ്യനായിരുന്നു സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പൻ ശിവഗിരിയിൽ വരുന്ന സമയത്ത് ഗുരുവിനറിയാം സഹോദരൻ അയ്യപ്പൻ ഈ കാളനും ഓലനും കൂട്ടി ചോറുണ്ണുന്ന ഒരാളൊന്നുമല്ല, അദ്ദേഹത്തിന് മീൻകറി വേണം ഊണ് കഴിക്കാൻ. അപ്പോൾ സഹോദരന് വേണ്ടി നാരായണ ഗുരുസ്വാമികൾ എന്ത് ചെയ്യുമായിരുന്നു? താഴത്തെ ഹോട്ടലിൽ കൊണ്ടുവന്ന് മുൻകൂട്ടി പൈസ കൊടുക്കും. കാരണം സഹോദരന് ഭക്ഷണം കഴിക്കണമെങ്കിൽ എന്ത് വേണം? മീൻകറി വേണം. ഗുരുവിനെ തന്നെ ഇപ്പോൾ വെജിറ്റേറിയൻ ആക്കി കഴിഞ്ഞു. ഗുരുക്ഷേത്രങ്ങൾ എന്താണോ നവോത്ഥാനം എന്ന് പറയുന്ന സങ്കല്പം ചെയ്തത്, ആ സങ്കല്പത്തെ സമ്പൂർണ്ണമായിട്ട് അട്ടിമറിച്ചു. ഗുരുവിനെ പറ്റി ഒരു അഷ്ടോത്തര സഹസ്രനാമാവലിയുണ്ട്. അതിൽ പറയുന്നത് എന്താണ്? ശ്രുതിസിദ്ധ ബ്രാഹ്മണായ നമ. ഗുരുവിനെ ശ്രുതിസിദ്ധനായ ബ്രാഹ്മണനാക്കി. ന ബ്രാഹ്മണാതിരസ്യൈവം എന്ന് പറഞ്ഞ് ഗുരുവിനെ ശ്രുതിസിദ്ധനായ ബ്രാഹ്മണനാക്കി. നമ്മുടെ അവധൂത കാലത്ത് നാം പുട്ടും മീൻകറിയും കഴിച്ചിരുന്നു എന്ന് പറയുന്ന ഗുരുവിനെ ഇപ്പോൾ വെജിറ്റേറിയനാക്കി. നമ്മുടെ അവധൂത കാലത്ത് നാം പുട്ടും മീൻകറിയും കഴിച്ചിരുന്നു എന്നാണ് ഗുരു പറഞ്ഞത്. അങ്ങനെ പുട്ടും മീൻകറിയും കഴിച്ച ഗുരുവിനെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? ബ്രേക്ക്ഫാസ്റ്റിന് വളരെ നല്ലതാണ് പുട്ടും മീൻകറിയും, പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഗുരു അത് കഴിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഗുരുവിനെ എന്താക്കി മാറ്റി? ഗുരുവിനെ വെജിറ്റേറിയനാക്കി മാറ്റി. അപ്പോൾ പറഞ്ഞു വന്നത്, ബംഗാൾ ഭദ്രലോകിൻ്റെ നേതൃത്വത്തിൽ നടന്നിരുന്ന നവോത്ഥാനം എന്ന് പറയുന്ന സങ്കല്പം അടിസ്ഥാനപരമായിട്ട് വേദേതിഹാസ പുരാണ പാഠ പാരമ്പര്യങ്ങളെ ഒരു ജനാധിപത്യ സമൂഹത്തിലേക്ക് വീണ്ടെടുക്കുവാനാണ് യഥാർത്ഥത്തിൽ രാജാറാം മോഹൻ റോയും ദയാനന്ദ സരസ്വതിയും ഒക്കെ തന്നെ ശ്രമിച്ചിട്ടുള്ളത്. സതി നിർത്തലാക്കുന്നതിന് വേണ്ടിയും വിധവാ വിവാഹത്തിന് വേണ്ടിയും ആധുനികമായ ജനാധിപത്യ മൂല്യങ്ങളല്ല രാജാറാം മോഹൻ റോയ് അന്വേഷിച്ചത്. പകരം വിധവാ വിവാഹം നടത്തുവാൻ ഋഗ്വേദത്തിൽ എന്ത് പറയുന്നു എന്നാണ് രാജാറാം മോഹൻ റോയ് അന്വേഷിച്ചത്. അതാണ് അതിൻ്റെ പ്രശ്നം. ആധുനികമായ ജനാധിപത്യ മൂല്യബോധത്തിലല്ല ഇതിൻ്റെ വേരുകൾ തേടിയത് മോഹൻ റോയ്. ഋഗ്വേദത്തിൽ വിധവാ വിവാഹത്തെ പറ്റി എന്തെങ്കിലും പറയുന്നുണ്ടോ? ജന്മം മുഴുവൻ പാഴാക്കി പുള്ളി. കാരണം എന്ത് പറയാൻ, അതിനകത്ത് എന്ത് പറയാനാ? അത് എഴുന്നള്ളിച്ചുകൊണ്ട് വന്നിട്ട് എന്ത് ഫലം കിട്ടാനാണ്? മനുസ്മൃതിയിൽ അന്വേഷിക്കുകയായിരുന്നു അദ്ദേഹം. വിധവാ വിവാഹത്തെപ്പറ്റി എന്തെങ്കിലും പറയുന്നുണ്ട്? അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ വിധവകളുടെ വിവാഹം നടത്താം. ഇതുപോലെ തന്നെ ദയാനന്ദ സരസ്വതിയും പറഞ്ഞു, വേദങ്ങളിലേക്ക് മടങ്ങുക. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഈ ചാതുർവർണ്ണീയ ലോകബോധത്തിലേക്ക് മടങ്ങുക എന്നതിൻ്റെ അർത്ഥം. കാരണം ഇവിടെ സൂചിപ്പിച്ചു, ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹുരാജന്യ കൃതഃ എന്ന് തുടങ്ങുന്ന ഋഗ്വേദത്തിലെ പുരുഷ സൂക്തം അടിസ്ഥാനപരമായിട്ട് സമൂഹത്തെ നാലായി വേർതിരിക്കുന്ന ഒരു സാമൂഹ്യ ശ്രേണീകൃതത്വത്തെ ഉറപ്പിക്കുക ചെയ്യുന്നത്. മനുഷ്യരെല്ലാം പലതാണ് എന്ന് പറയുന്ന സങ്കല്പം. അതെങ്ങനെ പലതായി? മുകളിലേക്ക് പോകുന്തോറും ആഢ്യത്വവും താഴേക്ക് പോകുന്തോറും മ്ലേച്ഛത്വവും വരുന്ന ഒരു ആരോഹണ അവരോഹണ ക്രമം ആണ് ഈ ശ്രേണീകൃതത്വം.
ഈ അസമത്വം. ഭാഗവത പുരാണത്തിൽ പറയും. ഭാഗവത പുരാണത്തിൽ 11-ാം അധ്യായത്തിൽ പറയുന്നത്, പുരുഷ സൂക്തം പറയുന്ന അനുസരിച്ച് വിരാട് പുരുഷൻ്റെ മുഖത്തു നിന്നുണ്ടാകുന്ന ബ്രാഹ്മണൻ ഉത്തമനും പാദത്തിൽ നിന്നുണ്ടാകുന്ന ശൂദ്രൻ അധമനുമാണെന്നാണ് ഭാഗവത പുരാണം പറയുന്നത്. ഭാഗവത പുരാണത്തിൽ തന്നെ 11 അധ്യായത്തിൽ പറയും, ഭഗവാൻ വാസുദേവൻ അവതരിക്കും. എന്തിനാണ് അവതരിക്കുന്നത്? ലിറ്റിൽ ഫ്ലവർ കോളേജിൽ ഇപ്പോൾ ഈ സെമിനാർ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ രക്ഷിക്കാൻ അവതരിക്കുന്നതാണോ? അല്ല. ജാതി വ്യവസ്ഥയെ പണ്ടേ പോലെ പുനഃസ്ഥാപിക്കാനാണ് ഭഗവാൻ വാസുദേവൻ അവതരിക്കുന്നത് എന്ന് ഭാഗവത പുരാണത്തിൽ പറഞ്ഞു വെക്കുന്നു. ഇതിൻ്റെ മൊത്തം സങ്കല്പം പരിശോധിച്ചാൽ അടിസ്ഥാനപരമായി ഇതിഹാസ പുരാണ പാരമ്പര്യങ്ങൾ ജനാധിപത്യ വിരുദ്ധമായ ഒരു ജീവന വ്യവസ്ഥയാണ് യഥാർത്ഥത്തിൽ സൃഷ്ടിച്ചത്. ആ വ്യവസ്ഥയ്ക്ക്, അത്തരമൊരു ആവാസ വ്യവസ്ഥയ്ക്കെതിരായ പോരാട്ടമാണ് കേരളത്തിൻ്റെ ജ്ഞാനോദയ ചിന്താ പദ്ധതി എന്നറിയപ്പെടുന്ന അറിവൊളി പ്രസ്ഥാനം ഏറ്റെടുത്തത് എന്നുള്ളതാണ്. ഇതാണ് അറിവൊളി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിനെ ഞാൻ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഡോക്ടർ മീരാനന്ദയുടെ ഭാഷ കടമെടുത്താൽ ജ്ഞാനോദയ ചിന്താ പദ്ധതിയാണ്. ആ ജ്ഞാനോദയ ചിന്താ പദ്ധതിയെയാണ് ഒരർത്ഥത്തിൽ കേരളത്തിൻ്റെ സാമൂഹ്യ പ്രബുദ്ധതാ പ്രസ്ഥാനം എന്ന് നമ്മൾ വിളിക്കേണ്ടത്. അതുകൊണ്ട് നവോത്ഥാനം എന്ന വാക്കിനെ കടത്തി പറയേണ്ടത് സാമൂഹ്യ പ്രബുദ്ധതാ പ്രസ്ഥാനം എന്നാണ്. നമ്മൾ ഈ സാമൂഹ്യ പ്രബുദ്ധതയെപ്പറ്റി പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ ഒരു ചരിത്ര സാഹചര്യം നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അത് നമ്മളൊരു തനത് സംസ്കാരം ഉണ്ടെന്ന് എപ്പോഴും പറയാറുണ്ട്. തനത്, ഈ കേരള നവോത്ഥാനം എന്ന് പറഞ്ഞാൽ തനതാണ്, അതിങ്ങനെ തന്നെ ഉണ്ടായി വന്നതാണ് എന്നൊക്കെ പറഞ്ഞ ചില തനിമാവാദികളുണ്ട്. യഥാർത്ഥത്തിൽ അത്തരം തനിമയൊക്കെ ഉണ്ടോ നമ്മൾ ആഴത്തിൽ ചിന്തിക്കണം. ബ്രിട്ടീഷുകാർ വന്നില്ലായിരുന്നുവെങ്കിൽ ഇവിടെ ഒരു തനിമയും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, സവർണ ഒളികാർക്ക് ഒരു കുഴപ്പവുമില്ലാതെ തുടരുമായിരുന്നു. ഒരു കുഴപ്പമില്ലാതെ തുടരുമായിരുന്നു. ബ്രിട്ടീഷുകാർ വന്നതുകൊണ്ടാണ് ഇവിടുത്തെ സവർണർക്കുൾപ്പെടെ മാറേണ്ടി വന്നത് എന്നുള്ളതാണ് പരമമായ യാഥാർത്ഥ്യം. ബ്രിട്ടീഷുകാർ ഇവിടെ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നത് കൊണ്ടാണ് മഹാത്മാ അയ്യങ്കാളിക്ക് വില്ലുവണ്ടിയിലൂടെ യാത്ര നടത്താൻ സാധിച്ചത്. അല്ല, തിരുവിതാംകൂറിൽ ഉത്രാടം തിരുനാളിന് അദ്ദേഹം വലിയ ജനാധിപത്യവാദി ആയിരുന്നതുകൊണ്ടൊന്നുമല്ല. തിരുവിതാംകൂർ ഭരിച്ചിരുന്ന നാട്ടുരാജാക്കന്മാരെല്ലാം ബഹുകേമന്മാരും മതേതരവാദികളും ആയിരുന്നതുകൊണ്ടുമല്ല, ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്നത് കൊണ്ടാണ്. ഇവിടെ പൊതുവിദ്യാലയങ്ങൾ ഉണ്ടായത് എന്തുകൊണ്ടാണ്? ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്നത് കൊണ്ടാണ്. സ്വത്തെല്ലാം അടിച്ചുകൊണ്ട് പോയെന്ന് പറയുന്നുണ്ടല്ലോ. ശശി തരൂർ ഒരു പുസ്തകം എഴുതിയല്ലോ, ഇരുണ്ട ഭൂഖണ്ഡം, ഇരുണ്ട രാത്രികളെപ്പറ്റി, ഇരുണ്ട അന്ധകാരം ആണെന്നാണ് ബ്രിട്ടീഷ് ഭരണത്തെപ്പറ്റി ശശി തരൂർ എഴുതിയത്. ഇന്ത്യയുടെ മുഴുവൻ സ്വത്തും ബ്രിട്ടീഷുകാർ കൊള്ളയടിച്ചു എന്ന് പറഞ്ഞല്ലോ. ആരുടെ സ്വത്തിനെ പറ്റിയാണ് ഈ ശശി തരൂർ പറയുന്നത്? ഇവിടുത്തെ ദളിതർക്കോ കീഴോർ സമൂഹങ്ങൾക്കോ പിന്നോക്കക്കാർക്കോ ഒരു സ്വത്തും ഉണ്ടായിരുന്നില്ല. സ്വത്ത് മുഴുവൻ ഇവിടുത്തെ ആഢ്യ ബ്രാഹ്മണരുടെയും സവർണരുടെയും ആയിരുന്നു. അതുകൊണ്ട് അവരുടെ സ്വത്ത് അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നതിന് ഇവിടുത്തെ ദളിതരും കീഴാളരും പിന്നോക്കക്കാരും ഒക്കെ കരയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഈ സ്വത്തൊന്നും ഇവന്മാരാർക്കും കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇന്ത്യയുടെ മുഴുവൻ സ്വത്ത് അപഹരിച്ചുകൊണ്ട് പോയെന്ന് നമ്മൾ ഒറ്റവാക്കിൽ പറയുമ്പോൾ ഈ ചരിത്രത്തെ സൂക്ഷ്മ പരിശോധന നടത്തണം. ദിവസവും പാടത്ത് പണിയെടുക്കുന്ന പുലയന് അവൻ നാളെ വരാൻ ഉള്ള ഊർജത്തിനുള്ള നാഴി അരി മാത്രം കൊടുത്ത് പട്ടിണിക്കിട്ടിട്ടാണ് സ്വത്ത് മുഴുവൻ ബ്രിട്ടീഷുകാർ കൊണ്ടുപോയെന്ന് ഇവിടെ കിടന്ന് വിലപിക്കുന്നത്. സ്വത്ത് ആരുടെ ആയിരുന്നു എന്നാണ് ചോദ്യം. ആരുടെ ആയിരുന്നു സ്വത്ത്? സ്വത്ത് എല്ലാവർക്കും ഉണ്ടായിരുന്നില്ല. മനുസ്മൃതിയിൽ പറയും, ചണ്ടാളന് പൊട്ടിയ പാത്രത്തിലെ ഭക്ഷണം കൊടുക്കാവൂ, അയാൾക്ക് സ്വന്തമായി വസ്ത്രം പാടില്ല, ശൂദ്രൻ സ്വന്തമായി അധ്വാനിച്ച് പണമുണ്ടാക്കാൻ പാടില്ല എന്നാണ് മനുസ്മൃതി പറഞ്ഞിരുന്നത്. ഇത് കേരളത്തിലെ വ്യവഹാരമാലയിൽ ഇങ്ങനെ തന്നെ ആയിരുന്നു. ഇതിപ്പോഴും തുടരുകയല്ലേ പല നിലയ്ക്ക്. നമ്മൾ മാറി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴും പല കാര്യങ്ങളിലും മാറ്റം ഉണ്ടായിട്ടില്ല. കേരളത്തിൽ ഒരുപാട് ദളിതന്മാർ പ്രൊഫസർമാരായിട്ടുണ്ടല്ലോ. എന്തുകൊണ്ടാണ് കേരളത്തിലൊരു ദളിതൻ വൈസ് ചാൻസലർ ആകാത്തത്? എന്താണ് ഒരു ദളിതൻ വൈസ് ചാൻസലർ ആകാത്ത? എന്താ തടസ്സം? തടസ്സം ഇപ്പം പറയണം, എന്താ പ്രശ്നമെന്ന്. ആകത്തില്ല. അവിടാണ് കേരളീയ സമൂഹം, മലയാളികൾ കൊണ്ടു നടക്കുന്ന കപടമായ പുരോഗമനത്തിൻ്റെ ചെരുപ്പ് പുറത്തിട്ട് വീടിനുള്ളിലേക്ക് നഗ്നമായ ജാതിബോധവുമായി ജീവിക്കുന്നവരാണ് മലയാളികൾ. വീടിനുള്ളിൽ തനി ജാതി ജീവിതം നയിക്കുകയും വീടിന് പുറത്ത്
പുരോഗമനവാദിയായിട്ട് മേനി നടിക്കുകയും ചെയ്യുന്നവരാണ് മലയാളി. ഇതിനെയാണ് കേരള നവോത്ഥാനം വിമർശിച്ചത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അടിമുടി അതാണ് ഞാൻ സൂചിപ്പിച്ചത്. എന്താണ് കേരള നവോത്ഥാനം എന്ന് പറഞ്ഞ പ്രക്രിയ ചെയ്തത്? കേരള നവോത്ഥാനം എന്ന് പറഞ്ഞ പ്രക്രിയ കേരളത്തിൽ നിലനിന്നിരുന്ന അടിസ്ഥാനപരമായ ജാതി വ്യവസ്ഥയെ ആഴത്തിൽ പരിശോധിക്കുകയും വിമർശിക്കുകയും അത് കൈയൊഴിയാൻ ജനതയെ പ്രേരിപ്പിക്കുകയും ചെയ്തു. ജാതി വ്യവസ്ഥ ഉപേക്ഷിക്കാതെ, ജാതി മൂല്യബോധങ്ങളെ ഉപേക്ഷിക്കാതെ നിങ്ങൾക്ക് ഒരു വിമോചനാത്മകമായ ശരീരമാകാൻ കഴിയില്ല. വിമോചനാത്മകമായൊരു കർത്തൃത്വം നമുക്ക് രൂപീകരിക്കാൻ കഴിയണമെങ്കിൽ, സ്വയം ആ ഒരു കർത്തൃ പദവിയിലേക്ക് കൈ വരണമെങ്കിൽ ജാതി മൂല്യബോധങ്ങളെ സമ്പൂർണ്ണമായിട്ട് കൈയൊഴിയണം. അത് നമ്മൾ കൈയൊഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അത് കൈയൊഴിഞ്ഞിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് കേരളത്തിലെ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അതുകൊണ്ടാണ് അതിവിടെ പറയാമോ പാടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചത്. എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അധ്യാപകരോടെല്ലാം ഒന്ന് വെള്ളോട്ടിറങ്ങി നിന്നിട്ട് ജാതി ചോദിച്ചാൽ അത് കേരളത്തിലെ സവർണർ മാത്രമായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല. അതുകൊണ്ടാണ് കേരള നവോത്ഥാനത്തെപ്പറ്റി നമ്മൾ ഗംഭീര സെമിനാർ നടത്തും. ഉച്ചയൂണ് കഴിഞ്ഞ് ആ സെമിനാർ അവിടെ അവസാനിച്ചു. നമ്മുടെ ജീവിതത്തെ അത് സ്പർശിക്കുന്നേ ഇല്ല. അതാണ് കേരള നവോത്ഥാനത്തിൻ്റെ അടിസ്ഥാനപരമായ ആശയം എന്തായിരുന്നു? അത് പ്രാതിനിധ്യ വ്യവസ്ഥയായിരുന്നു കേരള നവോത്ഥാനത്തിൻ്റെ അടിസ്ഥാനപരമായ ആശയം. ആ ആശയത്തെ കേരള സമൂഹം ഏറ്റെടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, എവിടെയൊക്കെ അതിനെ തകിടം മറിക്കാവോ ആ രീതിയിൽ തകിടം മറിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് കേരള സമൂഹം, മലയാളികൾ പൊതുവെ ഏറ്റെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് കേരള നവോത്ഥാനത്തിൻ്റെ ആശയം ഏറ്റെടുക്കണമെങ്കിൽ ആദ്യം പരിഷ്കരിക്കപ്പെടേണ്ടത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നറിയപ്പെടുന്ന കേരളത്തിലെ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. അവിടാണ് ആദ്യം നവോത്ഥാനം നടക്കേണ്ടത്. അതുകൊണ്ട് നവോത്ഥാനം സെമിനാറിൽ തീരേണ്ട ഒന്നല്ല. അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നയിക്കുന്നവരും അവിടുത്തെ അധ്യാപകരും ഏറ്റെടുക്കേണ്ട ഒരു കാര്യമാണ് എന്നാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ മാത്രമാണ് നവോത്ഥാനം എന്ന് പറയുന്ന ആശയം അതിൻ്റെ അന്തരാർത്ഥത്തിൽ നമ്മളെ തൊട്ടു, നമ്മളെ സ്പർശിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. നോക്കുമ്പോൾ എല്ലാ വിദ്യാർത്ഥികളും പഠിക്കുന്ന സ്ഥാപനമായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറിയിട്ടുണ്ട്. പക്ഷേ അധ്യാപകരാരൊക്കെയാണെന്ന് പരിശോധിക്കുമ്പോഴാണ് സംഗതി പ്രശ്നനിർഭരമായി. അധ്യാപകരിൽ ആരൊക്കെയുണ്ട്? നമ്മൾ ഈ കാല് കഴിക്കുന്ന പരിപാടി നടന്നല്ലോ കേരളത്തിൽ. കാല് കഴിക്കുന്ന പരിപാടി നടന്നപ്പോൾ ആരൊക്കെയാണ് ആ കാല് കഴിക്കാൻ ഇരുന്ന് കൊടുത്തത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത്. അവരുടെ ജാതി പരിശോധിക്കണം. കേരളത്തിലെ സവർണ ജനതയാണ് ആ ഇരുന്ന അധ്യാപകർ മുഴുവൻ. ഒറ്റ ദളിതനും ആ കൂട്ടത്തിൽ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം കേരളത്തിലെ വിദ്യാഭ്യാസ, പ്രത്യേകിച്ച് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നറിയപ്പെടുന്ന ഇത്തരം സ്ഥാപനങ്ങളെല്ലാം സവർണ ഗുരുക്കന്മാരാണ്. അപ്പം സവർണതയുടെ കാലാണ് വീണ്ടും വീണ്ടും കഴുകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ രണ്ട് പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാതെ നമുക്ക് മനുഷ്യരായി തീരാൻ കഴിയുകയില്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. അപ്പോൾ സൂചിപ്പിച്ചു വന്നത് കേരളത്തിൻ്റെ സാമൂഹിക നവോത്ഥാനം എന്ന് പറയുന്ന ഒരു പ്രക്രിയ നടക്കുന്നത് ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകാലത്താണ് എന്നുള്ളതാണ്. അല്ലാതെ ആഭ്യന്തര കൊളോണിയലിസം എന്നറിയപ്പെടുന്ന ബ്രാഹ്മണ്യം ഇവിടെ നാട് ഭരിച്ചുകൊണ്ടിരുന്നിരുന്നുവെങ്കിൽ, അതിൻ്റെ ഭരണമായിരുന്നു നടന്നിരുന്നുവെങ്കിൽ ഒരു അയ്യങ്കാളിയും ഉണ്ടാകുമായിരുന്നില്ല, ഒരു നാരായണ ഗുരുവും ഉണ്ടാകുമായിരുന്നില്ല, മക്തി തങ്ങളും ഉണ്ടാകുമായിരുന്നില്ല, TK മാധവനും സഹോദരൻ അയ്യപ്പനും ഡോക്ടർ BR അംബേദ്കറും ഉണ്ടാകുമായിരുന്നില്ല. കാരണം അവരതിന് ബ്രാഹ്മണ്യം അതിന് അനുവദിക്കുകയില്ല എന്നുള്ളതാണ് പരമമായ യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞത് നമുക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണ്, അല്ല നമുക്ക് സന്യാസം തന്നത് ബ്രാഹ്മണ്യമാണെന്നാണോ ഗുരു പറഞ്ഞത്? അല്ല. എന്താണ് പറയാത്തത് ഗുരു? കാരണം ഇന്ത്യൻ ബ്രാഹ്മണ്യം മറ്റുള്ളവർക്ക് സന്യസിക്കാൻ അവകാശം നൽകുന്നില്ല. അതുകൊണ്ടാണ് തപസ് ചെയ്ത ശംഭൂകൻ്റെ തല വെട്ടിപ്പിളർന്നു ഒരു സാക്ഷാൽ രാമൻ. ആ കഥ എല്ലാവർക്കും അറിയാവുന്ന ഞാൻ വിചാരിക്കുന്നത്. ശംഭൂകൻ എന്ന് പറഞ്ഞൊരു ശൂദ്രൻ തപസ് ചെയ്തു. ഒരു വൃദ്ധബ്രാഹ്മണൻ്റെ മകൻ മരിച്ചു ശൂദ്രൻ തപസ് ചെയ്യുന്ന നിമിത്തം. ഈ ബ്രാഹ്മണ ബാലൻ്റെ ശവശരീരവുമായി വൃദ്ധബ്രാഹ്മണൻ അയോധ്യ രാജധാനിയുടെ മുമ്പിൽ വന്ന് കരഞ്ഞു, ഈ രാമൻ്റെ ഭരണം ശരിയല്ല, അതുകൊണ്ടാണ് എൻ്റെ പുത്രൻ മരിച്ചത്. രാമൻ വസിഷ്ഠാദി ബ്രാഹ്മണരെ വിളിച്ചു വരുത്തി കാരണം ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇയാളിങ്ങനെ മരിച്ചതിന് കാരണം എന്താണ്? അപ്പോൾ വസിഷ്ഠാദി ബ്രാഹ്മണർ പറഞ്ഞു, നമ്മുടെ രാജ്യത്ത് നടക്കാൻ പാടില്ലാത്തൊരു കാര്യം നടന്നിരിക്കുന്നു. അതെന്താണ്? അത് ത്രൈവർണികനല്ലാത്ത ഒരാൾ തപസ് ചെയ്തു, ശൂദ്രൻ തപസ് ചെയ്തു, അതുകൊണ്ടാണ് ഈ ബ്രാഹ്മണ ബാലൻ മരിച്ചത്. ഇത് കേൾക്കുമ്പോൾ ഒരു കെട്ടുകഥയാണെന്ന് തോന്നാം.
പക്ഷേ ഇത് കെട്ടുകഥ മാത്രമല്ല. മഹാത്മാ അയ്യങ്കാളി പഞ്ചമിയുമായും തൻ്റെ സാധുജനങ്ങളുമായും വിദ്യാലയത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ കേരളത്തിലൊരു ഊന്നുപാറ പണിക്കർ ബോധം കെട്ട് വീണു. പിന്നെ തുടർന്ന് അദ്ദേഹം മരിക്കുകയാണ് ചെയ്തത്. ഈ കഥയുടെ മറ്റൊരു പ്രതിബിംബമാണ് ശൂദ്രൻ തപസ് ചെയ്തപ്പോൾ ചത്ത ബ്രാഹ്മണ ബാലൻ. ഒരധകൃതനാക്കപ്പെട്ട മനുഷ്യൻ വിദ്യ ആർജിക്കുമ്പോൾ സവർണർ കുലുങ്ങുക, അസ്വസ്ഥരാകുക. ഈ അസ്വസ്ഥതയുടെ പരിഹാരമാണ് സാമൂഹ്യ നവോത്ഥാനം എന്ന് പറയുന്ന ആശയം. ഈ രാമപാഠങ്ങളെ കൈയൊഴിഞ്ഞുകൊണ്ടാണ് കേരള നവോത്ഥാനം എന്ന് പറഞ്ഞ പ്രക്രിയ നടന്നത്. പക്ഷേ ഇന്നെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഹിന്ദുത്വവാദികൾ രാമായണം ഉയർത്തിപ്പിടിക്കുമ്പോൾ നമ്മൾ ജഗദാനന്ദകാരകനായ രാമനെ അന്വേഷിക്കുക, നമ്മൾ സബ്വേഴ്സീവ് പൊട്ടൻഷ്യലുള്ള കൃഷ്ണനെ അന്വേഷിക്കുക. അങ്ങനെ നമ്മളിതിന് പരിഹാരം കണ്ടെത്താമെന്ന് വിചാരിക്കുകയാണ്. പക്ഷേ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പോത്തേരി കുഞ്ഞമ്പു ഒരു പ്രധാനപ്പെട്ട പുസ്തകം എഴുതിയിരുന്നു. അതിൻ്റെ പേര് അധ്യാത്മരാമായണ നിരൂപണം എന്നായിരുന്നു. കേരള കൗമുദിയുടെ മഹാനായ പത്രാധിപർ സി വി കുഞ്ഞിരാമൻ എഴുതി. പോത്തേരി കുഞ്ഞമ്പുവിൻ്റെ അധ്യാത്മരാമായണ നിരൂപണം കേരളത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചെന്നാണ് പോത്തേരി കുഞ്ഞമ്പുവിൻ്റെ ഈ അധ്യാത്മരാമായണ നിരൂപണത്തെപ്പറ്റി മഹാനായ പത്രാധിപർ സി വി കുഞ്ഞിരാമൻ എഴുതിയത്. പക്ഷേ ഇന്നങ്ങനെ രാമായണത്തെ വിമർശിച്ചുകൊണ്ട് ഒരു ലേഖനം എഴുതാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഞാൻ തന്നെ രാമായണത്തെ വിമർശിച്ചുകൊണ്ട് ലേഖനം എഴുതിയതിൻ്റെ പേരിൽ കേസരിയിൽ എനിക്കെതിരെ തുടർച്ചയായ ലേഖനങ്ങളാണ്. NVP ഉണിത്തിരിയുടെ ശിഷ്യനായ ആ പാരമ്പര്യത്തിൽപ്പെട്ട ഡോക്ടർ ശ്യാംകുമാർ രാമായണത്തെ നിരന്തരം അപമാനിച്ചുകൊണ്ടിരുന്നു എന്നാണ് കേസരിയുടെ പത്രാധിപർ നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. രാമായണത്തെപ്പറ്റി നമുക്കൊന്നും പറയാൻ കഴിയില്ല, മഹാഭാരതത്തെപ്പറ്റി ഒന്നും പറയാൻ കഴിയില്ല. പക്ഷേ കേരള നവോത്ഥാനത്തിൻ്റെ അടിസ്ഥാനപരമായ ആശയം എന്തായിരുന്നു? ഈ ഇതിഹാസ പുരാണ പാഠപാരമ്പര്യങ്ങളെയും അതിൻ്റെ കഥാപാത്രങ്ങളെയും വിമർശിച്ചുകൊണ്ടാണ് കേരളത്തിൻ്റെ സാമൂഹ്യ പ്രബുദ്ധത ഉയർന്നു വന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നാരായണ ഗുരുസ്വാമി പറഞ്ഞത്, രാമാദികളുടെ കാലത്തായിരുന്നുവെങ്കിൽ നമുക്ക് ശംഭൂകൻ്റെ ഗതിയാകുമായിരുന്നു. രാമൻ്റെ കാലത്തായിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു? ശംഭൂകൻ്റെ ഗതിയാകുമായിരുന്നു. മറ്റൊന്ന്, സന്ധ്യയ്ക്ക് എല്ലാവരും ജപിക്കുന്ന ഒരു സൂക്തമുണ്ടല്ലോ, രാമരാമ ഭാഗിമാം മുകുന്ദരാമ ഭാഗിമാം. തൊട്ടടുത്ത വരി, ഭംഗിയോട് ഭൂമി തന്നെ ബ്രാഹ്മണർക്ക് നൽകുവാൻ ഭാർഗവനായി വന്നുദിച്ച രാമരാമ ഭാഗിമാം. ബ്രാഹ്മണർക്ക് ഭൂമി കൊടുക്കാൻ വന്ന രാമനെ ഇന്ത്യയിലെ ദളിതരും പിന്നോക്കക്കാരും ബഹുജനങ്ങൾ സന്ധ്യക്കിരുന്ന് വെളിച്ചെണ്ണ ചിലവാക്കിയത് കൊണ്ട് എന്തെങ്കിലും ഫലമുണ്ടോ? വെറുതെ ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ 400 രൂപ വിലയാണ്. എള്ളെണ്ണയുടെ വില എന്താ? ഈ വലിയ വില കൊടുത്ത് വെളിച്ചെണ്ണ വാങ്ങിച്ചുകൊണ്ട് വന്ന് തിരിയിട്ടിട്ട് പ്രാർത്ഥിക്കുന്ന എന്താ? ബ്രാഹ്മണർക്ക് ഭൂമി കൊടുക്കാൻ വന്ന രാമ എന്നെ രക്ഷിക്കണേ, പ്രാർത്ഥിക്കുക. പുള്ളിക്കാരൻ ബ്രാഹ്മണനെ രക്ഷിക്കാൻ പോകുന്നു, നിങ്ങളെ രക്ഷിക്കാൻ പോകുന്നു. പുള്ളിക്കാരൻ്റെ അവതാര ഉദ്ദേശം തന്നെ ബ്രാഹ്മണരെ രക്ഷിക്കുക എന്നുള്ളതാണ്. ആ കർത്തവ്യമാണ് പുള്ളിക്കാരൻ ആദ്യം നിറവേറ്റാൻ പോകുന്നത്. പറഞ്ഞു വന്നത്, കേരള നവോത്ഥാനം എന്ന് പറയുന്ന അടിസ്ഥാനപരമായ ആശയം അത് ബ്രാഹ്മണ്യത്തിൻ്റെ നിശ്ചിതമായ വിമർശന സ്ഥാനമായിരുന്നു കേരളത്തിൻ്റെ സാമൂഹ്യ നവോത്ഥാനം എന്നുള്ളതാണ് നമ്മൾ അടിസ്ഥാനപരമായി തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം. അത് ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണം ഇവിടെ നിലവിലിരുന്നത് കൊണ്ടാണ് ഇത്തരം സാമൂഹ്യ പ്രബുദ്ധത പ്രസ്ഥാനങ്ങൾ നിലവിൽ വന്നത്, അത്തരം കർത്തൃത്വങ്ങൾ ഉദയം ചെയ്തു വന്നത് എന്നുള്ളതാണ്. 19-ാം നൂറ്റാണ്ടിൽ പുറത്തു വരുന്ന ഒരു പ്രധാനപ്പെട്ട സാഹിത്യ കൃതിയുണ്ട്. അത് പോത്തേരി കുഞ്ഞമ്പുവിൻ്റെ സരസ്വതി വിജയം എന്ന് പറയുന്ന നോവലാണ്. സരസ്വതി വിജയം. ആ സരസ്വതി വിജയം എന്ന് പറയുന്ന നോവലിൽ മരത്തൻ എന്ന് പറയുന്ന പുലയൻ ഒരു പാട്ട് പാടുന്നുണ്ട്. എള്ളിലുള്ളെണ്ണ കണക്കെ ദേഹങ്ങളുടെ ഉള്ളിലുണ്ട് ഈശ്വരൻ എന്ന് പറയുന്ന പാട്ട് പാടിക്കൊണ്ട് അദ്ദേഹം പാടത്ത് പണി ചെയ്യുകയാണ്. ഒരു നമ്പൂതിരിയും അദ്ദേഹത്തിൻ്റെ പണിക്കരും അദ്ദേഹത്തിൻ്റെ സേവകനും കൂടി ഇങ്ങനെ പാടത്തൂടെ വരുമ്പോൾ ഒരു പുലയൻ നിന്ന് പാട്ട് പാടുകയാണ്. ആ നമ്പൂതിരി അന്വേഷിച്ചു, എവിടെ നിന്നാണ് ഒരു പാട്ട് കേൾക്കുന്നത്, ആരാണ് ഇത്ര മനോഹരമായി പാട്ട് പാടുന്നത്? പണിക്കാരനെ പറഞ്ഞു വിട്ടു. അദ്ദേഹം പോയിട്ട് വന്നോ പറഞ്ഞത്, ഒരു പുലയൻ നിന്ന് പാട്ട് പാടുകയാണ്. അത്രയ്ക്ക് അഹങ്കാരമോ പുലയൻ ഇങ്ങനെ പാട്ടുപാടാൻ? ആ മരത്തിനെ ചവിട്ടി ചെളിയിൽ താഴ്ത്തുകയാണ് ചെയ്തത്. അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഉത്തര കേരളത്തിലെ ബാസൽ മിഷനിൽ അദ്ദേഹം എത്തിപ്പെട്ടു.
ബാസൽ മിഷൻകാർ മരത്തൻ എന്ന് പറയുന്ന പുലേനെ പഠിപ്പിച്ചു. അദ്ദേഹം യേശുദാസ് എന്ന് പറയുന്ന ജഡ്ജിയായി മാറി. ഇതാണ് സരസ്വതി വിജയത്തിൻ്റെ നോവലിൽ പറയുന്നത്. ദ ഡിക്ലൈൻ ഓഫ് നായർ ഡൊമിനൻസ് എന്ന് പറയുന്ന റോബിൻ ജെഫ്രിയുടെ വിഖ്യാതമായ പുസ്തകത്തിൽ അതിൻ്റെ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ സൂചിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബ്രിട്ടീഷ് മിഷണറിമാരുടെ സേവനം, ബ്രിട്ടീഷ് മിഷണറിമാരുടെ സാമൂഹ്യ പ്രവർത്തനങ്ങളും ഇന്ത്യയിലെ കീഴോർ സമൂഹങ്ങൾക്ക് അവർക്കൊരു പുതിയ ഉപാദാനം സൃഷ്ടിച്ചു എന്നാണ് റോബിൻ ജെഫ്രി എഴുതുന്നത്. അതിന് കാരണം എന്താണ്? പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വന്നു, കോടതികൾ വന്നു, വഴി നടക്കാൻ അവകാശം വന്നു. ഒരുപാട് സാമൂഹ്യപരമായ പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടന്നതിന് കാരണം ആരാണ്? ഈ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണമാണ്. മദ്രാസിലേക്ക് നിരന്തരം കേരളത്തിലെ മിഷണറിമാർ എഴുതി, ഇതാ ഇവിടെ ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നു, ഇവിടെ സ്ത്രീകൾക്ക് മാറുമറക്കാൻ അവകാശമില്ല എന്ന് ബ്രിട്ടീഷ് മിഷണറിമാരാണ് കത്തെഴുതിയത്. അന്ന് വ്യാസനും വാൽമീകിയൊക്കെ എവിടെ പോയി? എഴുത്തച്ഛൻ എന്താ കത്തയക്കാഞ്ഞത്? എഴുത്തച്ഛൻ എന്താ കത്തയക്കാഞ്ഞ? ഇപ്പം കേരളത്തിലെല്ലാം വിപ്ലവകാരികളാണ്. എഴുത്തച്ഛൻ വിപ്ലവകാരി, പൂന്താനം വിപ്ലവകാരി, വ്യാസൻ വിപ്ലവകാരി, വാൽമീകി വിപ്ലവകാരി. വിപ്ലവകാരികളെ തട്ടിയിട്ട് നടക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. എങ്ങനെയാണ് എഴുത്തച്ഛൻ വിപ്ലവകാരിയാകുന്നത്? ബ്രാഹ്മണരുടെ കാലിലെ പൊടി ഹൃദയം ശുദ്ധീകരിക്കണമെന്ന് പാട്ടുപാടുന്ന എഴുത്തച്ഛൻ എങ്ങനെയാണ് വിപ്ലവകാരിയാകുന്നത്? രാമായണം എടുത്ത് വായിച്ചു നോക്കണം. കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാംബുജ ലീനവാംസു സഞ്ചയം മമ ചേതോ ദർപ്പണത്തിൻ്റെ മാലിന്യം അത് തീർത്ത് ചേതസി തെളിഞ്ഞിടുവാൻ വണങ്ങുന്നേൻ. എന്താണ് പൂന്താനം പാടിയത്? ചണ്ടകർമ്മങ്ങൾ ചെയ്തവൻ ചാകുമ്പോൾ ചണ്ടാള കുലത്തിങ്കൽ പിറക്കുന്നു എന്ന് പൂന്താനം പാടി. എന്താണ് രാമൂരത്ത് വാര്യർ പാടിയത്? ആഴിമകൾ ഒരുമിച്ചൊരു കട്ടിലിന്മേലന്നേരം 7-ാം മാളിക മുകളിൽ ഇരുന്നരുളും 7-2 ഉലകുവാഴിയായ തമ്പുരാനത്രയും താഴത്തൻ്റെ വയസ്സനെ ദൂരത്ത് കണ്ടു. കുചേലനെ കണ്ടിട്ട് കരയാണ് കൃഷ്ണൻ. എല്ലാ അനുഗ്രഹങ്ങളും കുചേലന് കൊടുത്തു. പക്ഷേ കേരള സമൂഹം ഒരിക്കലും ചോദിച്ചില്ല. അദ്ദേഹത്തിന് കുചേലൻ ഇഷ്ടം പോലെ മക്കളുണ്ടെന്നാണ് ഭാഗവത പുരാണം പറയുന്നത്. ഞാൻ അതിൻ്റെ വിശദാംശത്തിലേക്ക് പോകുന്നില്ല, അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യം. പക്ഷെ പ്രശ്നം, കുചേലൻ എന്തുകൊണ്ട് ഒരു വാഴ നട്ടില്ല എന്ന് കേരള സമൂഹം ചോദിച്ചില്ല. അങ്ങനെയാണെങ്കിൽ കൃഷ്ണനെ കാണേണ്ടി വരുമായിരുന്നു. ഒരു വാഴ നട്ടിരുന്നുവെങ്കിൽ അതിലെ കുലയെടുത്ത് ഈ കുട്ടികളുടെ ദാരിദ്ര്യം മാറ്റാമായിരുന്നു. വാഴക്കൂമ്പ് തോരനോ വാഴക്ക പച്ചടിയോ ഒക്കെ ഉണ്ടാക്കാമായിരുന്നു. പക്ഷെ കുചേലന് തോന്നിയില്ല. ആര്യൻ സിനിമ പുറത്തു വന്നു, ഭയങ്കര ദാരിദ്ര്യം. മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം ഭയങ്കര ദാരിദ്ര്യം അനുഭവിക്കുക. പക്ഷെ ആ സിനിമയെ നമ്മൾ വസ്തുവുള്ളതായിട്ടാണ് കാണുന്നത്. കേരള സമൂഹം ഒരിക്കലും ചോദിച്ചില്ല എന്തുകൊണ്ടൊരു വെണ്ടയ്ക്കെങ്കിലും ആ മുറ്റത്ത് നട്ടില്ല എന്ന് കേരള സമൂഹം ചോദിച്ചില്ല. ചോദിക്കാത്ത എന്താണ്? ബ്രാഹ്മണ ദുഃഖം, അഗ്രഹാരങ്ങളുടെ ദുഃഖത്തിൽ മലയാളി മൊത്തം കഴഞ്ഞ് കണ്ണീരൊഴുക്കി അല്ലേ? അതെ, ഇങ്ങനെ മലയാളി കൊണ്ടു നടക്കുന്ന സാമൂഹിക ബോധം എന്ന് പറയുന്നത് തികച്ചും പിന്തിരിപ്പനായ ജാതിമൂല്യ ബോധങ്ങളുമായി നടക്കുകയും പുറമേക്ക് പുരോഗമനകാരികളായി വേഷമിട്ട് നടക്കുന്നവരാണ് മലയാളികൾ. അതുകൊണ്ട് അവരെപ്പറ്റി പൊതുവെ പറയേണ്ടത് പുറത്ത് മാർസും അകത്തു പൂന്താനവും എന്നാണ് പറയേണ്ടത്. പുറത്ത് മാർസും അകത്തു പൂന്താനവും. പുറത്ത് അരിവാൾ ചുറ്റിക കൊടി കാണും, അകത്ത് നല്ല പൂണൂലും കാവിക്കളസവും. ഇതാണ് നമ്മൾ നവോത്ഥാനം എത്തിയിരിക്കുന്ന അവസ്ഥാവിശേഷമാണ്. എല്ലാം പുരോഗമനമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, എന്തിനാണ് നവോത്ഥാനം എന്ന് പറയുന്ന ആശയത്തെ സമകാലികവൽക്കരിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് ചോദിച്ചാൽ, മലയാളി കൊണ്ടു നടക്കുന്ന സമകാലീന ജാതി ജീവിതത്തിൻ്റെ വിമർശന സ്ഥാനമായി നവോത്ഥാന ചരിത്രത്തെ വീണ്ടെടുക്കുക എന്നുള്ളതാണ് കാലം ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് നവോത്ഥാനം എന്ന് പറയുന്ന ആശയം പല നിലയ്ക്ക് കേരള സമൂഹത്തിൽ പ്രവർത്തിച്ചത് അത് കേരളത്തിൽ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണം നിലവിലിരുന്നത് കൊണ്ടാണ് എന്നുള്ളതാണ്. അതില്ലായിരുന്നുവെങ്കിൽ ഇവിടെ നവോത്ഥാനം എന്ന് പറയുന്ന ഒരു സംഗതി നടക്കാനേ പോകുന്നില്ല. അതിന് ചില ഉദാഹരണങ്ങളുമുണ്ട്. രവിദാസിൻ്റെ നേതൃത്വത്തിൽ, കബീറിൻ്റെ നേതൃത്വത്തിൽ ജാതി വ്യവസ്ഥയ്ക്കെതിരായി ധാരാളം പാട്ടുകളുണ്ടായി. രവിദാസിനെ ബ്രാഹ്മണ്യം എന്താക്കി മാറ്റി? ഒരു ബ്രാഹ്മണ ഗുരുവിൻ്റെ ശിഷ്യനാക്കി രവിദാസിനെ മാറ്റി. അങ്ങനെ എത്ര ആളുകളെ യാഗയജ്ഞാതി കർമ്മ പാരമ്പര്യങ്ങൾക്കെതിരായി വിമർശന സ്ഥാനമായി ഉയർന്നു വന്ന ബുദ്ധനെ വിഷ്ണുവിൻ്റെ അവതാരമാക്കി മാറ്റി. ഇതിനെപ്പറ്റി ചരിത്ര പണ്ഡിതയും ഗവേഷകയുമായ വിജയ്നാഥ് പറയുന്നുണ്ട്. ഈ പ്രക്രിയ അവർ വിളിക്കുന്നത് ബ്രാഹ്മണിക്കൽ അക്കൾച്ചറേഷൻ എന്നാണ്. ബ്രാഹ്മണ്യ സ്വാംശീകരണം, മുഴുവൻ സ്വാംശീകരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.
ഇപ്പം നമ്മുടെ കാവുകളും കുളങ്ങളും എല്ലാം ബ്രാഹ്മണ്യം സ്വാംശീകരിച്ചു കഴിഞ്ഞു. ദേവപ്രശ്നം എന്ന് പറഞ്ഞ പരിപാടിയിലൂടെ കാവുകളും കുളങ്ങളും എല്ലാം ബ്രാഹ്മണരുടേതാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ദൈവങ്ങളെല്ലാം ബ്രാഹ്മണവൽക്കരിച്ച് കഴിഞ്ഞു. മാടനെ ശിവനാക്കി മാറ്റി, ആയിരമണി വല്യച്ഛനെ ശിവനാക്കി മാറ്റി, തൃശ്ശൂർ ചാത്തന്മാരെ എല്ലാം വിഷ്ണുമായി ആക്കി കഴിഞ്ഞു. അങ്ങനെ കീഴോർ സമൂഹങ്ങളുടെ ദൈവങ്ങളെ ബ്രാഹ്മണ ദൈവങ്ങളുടെ അവതാരമാക്കി മാറ്റി. ചെന്ന് തൊഴുന്നത് മുഴുവൻ പൂണൂലിട്ട ദൈവങ്ങളെയാണ്. ആത്മാഭിമാനമുള്ള ഒരാളും ആ കൂട്ടത്തിലില്ല. എല്ലാം പെരിയാറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കയ്യിൽ അമ്പും വില്ലും സുദർശനവും വാളും പരിചയമായിട്ടാണ് മൊത്തം ദൈവങ്ങൾ നിൽക്കുന്നത്. പെരിയാർ ചോദിച്ചു, എന്തിനാണ് ഇവരുടെ കയ്യിൽ ഇത്രയും ആയുധങ്ങൾ? പറഞ്ഞു വരുമ്പോൾ എല്ലാം കാരുണ്യത്തിൻ്റെ സഹിഷ്ണുതയുടെ ദൈവങ്ങളാണ്. പക്ഷേ എല്ലാവരുടെയും കയ്യിൽ വാള്, പരിച, സുദർശനാക്രം ഒക്കെ. എന്തിനാണ് ഇവരുടെ കയ്യിൽ ഇത്രയും ആയുധങ്ങൾ? എന്തിനാണ് ഇത്രയും ആയുധങ്ങൾ? ആരെ കൊല്ലാനാണ് ഇത്രയും ആയുധങ്ങൾ ഇവർ കൊണ്ട് നടക്കുന്നത്? അതുകൊണ്ട് ഗുരു പറഞ്ഞു, കൊല്ലുന്നവനില്ല ശരണ്യത, മറ്റെല്ലാവിധ നന്മയും ആർന്നിടലും. അത് രാമന് നേർക്കുള്ള വിമർശനമാണ്. ശംഭുകനെ കൊല്ലുന്ന രാമന് ശരണ്യത ഇല്ല എന്നാണ് ഗുരു പറഞ്ഞത്. ഇതാണ് കേരള നവോത്ഥാനം എന്ന് പറയുന്ന അടിസ്ഥാനപരമായ ആശയം. അതുകൊണ്ട് നവോത്ഥാനത്തെ യൂറോ കേന്ദ്രിതമായ ഒന്നാണ് എന്നുള്ള വാദം ആഴത്തിൽ പരിശോധിക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ ഈ ബ്രിട്ടീഷുകാർ ഇവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ കേരളം പരിഷ്കരിക്കപ്പെടുവാൻ ഇനിയും 1000 ആണ്ടുകൾ വേണ്ടി വന്നേനെ. ബ്രിട്ടീഷുകാർ വന്നത് ഒരനുഗ്രഹമായി എന്ന് ഒരു വേളയിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞത് വെറുതെ അല്ല. ബ്രിട്ടീഷുകാർ വന്നതുകൊണ്ട് കുറേ സ്കൂളുകളുണ്ടായി, കെട്ടിടങ്ങളുണ്ടായി. ആധുനികവൽക്കരിക്കപ്പെട്ടൊരു സമൂഹമായി മാറാൻ ഇന്ത്യൻ സമൂഹം, കേരള സമൂഹം നിർബന്ധിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് 2 ആശയങ്ങളെ പരിശോധിക്കാൻ വേണ്ടിയാണ്. നവോത്ഥാനം തനതാണ് എന്ന വാദം ചരിത്രപരമല്ല, തനതല്ല. അത് ബ്രിട്ടീഷുകാർ വന്നതുകൊണ്ടുണ്ടായി വന്ന ഒരു പ്രതിഭാസമാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇവിടെ വർഷങ്ങളായിട്ട് മഹാഭാരതവും രാമായണവും ഒക്കെ ഉണ്ടല്ലോ. എന്താ നവോത്ഥാനിക്കാഞ്ഞത്? എന്താ നവോത്ഥാനം ഉണ്ടാകാഞ്ഞത്? നവോത്ഥാനിച്ചില്ലല്ലോ. ഇവ രാമായണത്തിൽ തന്നെ എഴുത്തച്ഛൻ്റെ രാമൻ പറയുന്നത് എന്താണ്? മഞ്ഞിടത്തിങ്കൽ ദ്വിജത്വമുണ്ടായി വന്നാൽ പൂജിക്കാം മാമടോ, ഭൂമിയിൽ നീ ബ്രാഹ്മണനായിട്ട് ജനിച്ചാൽ എന്നെ പൂജിക്കാം എന്നാണ് ആര് പറഞ്ഞത്? എഴുത്തച്ഛൻ്റെ രാമൻ ലക്ഷ്മണനെ ഉപദേശിച്ചത്. ഇന്ത്യൻ ഭരണഘടന വന്നതുകൊണ്ട് ഇപ്പോൾ രാമക്ഷേത്രങ്ങളിൽ പാവങ്ങൾക്ക് പോയി തൊഴാം. ഈ രാമനായിരുന്നു ഭരണകർത്താവെങ്കിൽ ഒറ്റ ആളെ അതിനകത്തോട്ട് കയറ്റത്തില്ലായിരുന്നു. അതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ വലിയ മഹത്വം. അതുകൊണ്ടാണ് സഹോദരൻ അയ്യപ്പൻ ഗാന്ധിയുടെ മുഖത്ത് നോക്കി ചോദിച്ചു, യുവർ ശ്രീകൃഷ്ണ വാസ് എ റെഗുലർ മർഡറർ. നിങ്ങളുടെ കൃഷ്ണൻ ഒരു പരമ്പര കൊലയാളിയല്ലായിരുന്നു? നിങ്ങളുടെ കൃഷ്ണൻ ഒരു പരമ്പര കൊലയാളിയല്ലായിരുന്നു? അല്ല വലിയ കാരുണ്യവാനും അഹിംസാവാദിയൊന്നും ആയിരുന്നില്ലല്ലോ എന്ന് ഗാന്ധിയുടെ മുഖത്ത് നോക്കി സഹോദരൻ ചോദിച്ചു. അങ്ങനെ ചോദിക്കാൻ പിന്നെ ആർക്കും ധൈര്യം ഉണ്ടായില്ല. ഇപ്പോഴും ഇല്ല ധൈര്യം, ഇപ്പോഴും ഇല്ല. ഇപ്പോഴും നമ്മളിത് പറയണമെങ്കിൽ സഹോദരൻ അയ്യപ്പൻ്റെ പേര് പറഞ്ഞിട്ടേ ഇത് പറയാൻ പറ്റൂ, ഇല്ലെങ്കിൽ നമ്മളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. കൃഷ്ണനെ ഇങ്ങനെ പറഞ്ഞു എന്ന് വരും. ഇപ്പോൾ സഹോദരൻ അയ്യപ്പൻ ഭാഗ്യത്തിന് ഇത് പറഞ്ഞത് കാരണം നമുക്കും അയ്യപ്പൻ്റെ പേര് ഉദ്ധരിച്ച് ഇതൊക്കെ പറയാം. ഭാഗ്യം. നവോത്ഥാനം അടിസ്ഥാനപരമായി ചെയ്തത് സുനിൽ മാഷി പറഞ്ഞു, മനുഷ്യത്വം എന്ന് പറയുന്ന സങ്കല്പം. അവിടെ നമ്മൾ പരിശോധിക്കേണ്ട ഏറ്റവും ഏത് മനുഷ്യനെ പറ്റിയാണ് ഈ പറയുന്നത് എന്നുള്ളതാണ് ചോദ്യം. എല്ലാവരെയും മനുഷ്യരായി കാണുന്ന ഒരു വ്യവസ്ഥാക്രമം ഇന്ത്യയിൽ, കേരളത്തിൽ നിലവിലുണ്ടായിരുന്നില്ല. എല്ലാവരും ജാതി ശരീരങ്ങളായിരുന്നു. നോക്കൂ, എങ്ങനെയാണ് ക്ഷേത്രത്തിൽ ആർക്കും പ്രവേശനം ഉണ്ടായിരുന്നില്ല. സാനിമാഷ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ എഴുതും, ആദ്യമായിട്ട് അമ്മയുമായിട്ട് ക്ഷേത്രത്തിൽ പോകുമ്പോൾ പൂജാരി വന്ന് പ്രസാദം വെളിയിൽ വെക്കും, അയാൾ അകത്തേക്ക് പോയി കഴിയുമ്പോൾ മാത്രം പ്രസാദം എടുത്തുകൊണ്ട് പോകാം. സാനിമാഷ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ എഴുതുന്നു. ഇത് കേരളത്തിൽ മുഴുവൻ നിലനിന്നിരുന്ന ഇങ്ങനെയാണ്. ഇപ്പോഴും തൃശ്ശൂരിൽ തന്നെ രക്ഷയില്ല, ഗുരുവായൂർ രക്ഷയില്ല. ഗുരുവായൂർ അമ്പലത്തിൽ ശ്രീകോവിൽ കയറാൻ പറ്റുമോ ആർക്കെങ്കിലും? പറ്റില്ല. എന്താ പറ്റാത്തത്? തുല്യ പൗരത്വം എന്ന് പറയുന്ന സങ്കല്പമില്ല. ശ്രീകോവിലിനുള്ളിൽ പൂജിക്കുന്ന ബ്രാഹ്മണൻ എല്ലാവരെക്കാളിലും മുകളിലും, തൊഴാൻ ചെല്ലുന്ന ഭക്തൻ അധകൃതനും. ഇതാണ് മനുഷ്യർക്കിടയിലെ തുല്യത. എവിടെ ഇല്ല? ഭക്തി പ്രസ്ഥാനത്തിനകത്തില്ല, ഭക്തിയിലില്ല. കാരണം ഭക്തി അടിസ്ഥാനപരമായി നിലീനമായിരിക്കുന്നത് സ്വാമിദാസ ബന്ധത്തിലാണ്. അതുകൊണ്ടാണ് സോമശംഭു പദ്ധതി എന്ന് പറയുന്ന തന്ത്രഗ്രന്ഥത്തിൽ പറയും, ചക്രവർത്തിയുപചാരേണ സുഗന്ധാമലകാദിഭിഹി. ദേവനെ എങ്ങനെ നോക്കണം? ചക്രവർത്തിയെ ഉപചരിക്കുന്നത് പോലെ ദേവനെ സേവിക്കണമെന്നാണ് സോമശംഭു പദ്ധതി എന്ന് പറയുന്ന തന്ത്രഗ്രന്ഥത്തിൽ പറയുന്നത്. അതാണ് സ്വാമിദാസ ബന്ധം എന്ന് പറയുന്നത്.
ഒരാളെ മേലാളനായും മറ്റൊരാളെ കീഴാളനായും പ്രതിഷ്ഠിക്കുന്ന പ്രതിഭാസമാണ് കേരളത്തിലെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് നിലനിൽക്കുന്നത്. ആ ക്ഷേത്ര കേന്ദ്രീകൃതമായി മനുഷ്യരെ ജാതി ശരീരങ്ങളായി നിലനിർത്തുന്ന വ്യവസ്ഥാക്രമത്തിനെതിരെയാണ് നാരായണ ഗുരുസ്വാമികൾ അരിയുപ്പുറത്ത് 1888 മഹത്തായ കരുണയുടെ പ്രതിഷ്ഠ നടത്തിക്കൊണ്ട് വിപ്ലവം സൃഷ്ടിച്ചത്. അദ്ദേഹം അവിടെ എഴുതി, സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനം. കാരണം കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ആരെയും സഹോദരന്മാരായി കാണുന്ന വ്യവസ്ഥയില്ല. ക്ഷേത്രത്തിൽ സഹോദരനായിട്ടാണോ കാണുന്നത്? അല്ലേ അല്ല. സഹോദരനാണെങ്കിൽ ഇങ്ങനെ പ്രസാദം എറിഞ്ഞു കൊടുക്കുമോ? മാറി നിൽക്കാൻ പറയുമോ? ഇല്ല. പക്ഷേ മാറ്റി നിർത്തലുകൾ, തൊടിയിൽ തീണ്ടൽ നമ്മുടെ സമൂഹത്തിൽ വളരെ ആഴത്തിൽ ഇപ്പോഴും വേര് പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ജാതി ശരീരങ്ങളെ തുല്യ പൗരത്വ സങ്കല്പത്തിലേക്ക് ഉയർത്തി എന്നുള്ളതാണ് നമ്മുടെ അറിവളി പ്രസ്ഥാനത്തിൻ്റെ സവിശേഷത. മനുഷ്യരെല്ലാവരും തുല്യരാണെന്ന് എന്തു പറഞ്ഞു? കേരള നവോത്ഥാനം പറഞ്ഞു വെച്ചു. മനുഷ്യർ പുറന്തള്ളപ്പെടുന്ന വ്യവസ്ഥാക്രമങ്ങളിൽ നിന്ന് അവരെ ഉൾക്കൊള്ളുന്നൊരു ജനാധിപത്യ സങ്കല്പം ഉണ്ടാകണമെന്ന് കേരള നവോത്ഥാനം പറഞ്ഞു വെച്ചു. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ സാമുദായിക പ്രാതിനിധ്യമാണ് എൻ്റെ ദേശീയവാദം എന്ന് സഹോദരൻ അയ്യപ്പൻ പറഞ്ഞത്. അവിടെ നിന്നാണ് സംവരണം എന്ന് പറയുന്ന ആശയത്തിൻ്റെ ഉൽപ്പത്തി കേന്ദ്രം സഹോദരൻ അയ്യപ്പനിൽ നിന്നാണ്. അതില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു കേരളത്തിലെ അവസ്ഥ? കേരളത്തിൽ എല്ലാവരും പുറന്തള്ളപ്പെട്ടേനെ. നോക്കൂ, അധികാരസ്ഥാനത്തിരിക്കുന്ന മനുഷ്യരെ പോലും മനുഷ്യരായി കാണുന്ന അവസ്ഥാവിശേഷം കേരളത്തിലില്ല, ഇന്ത്യയിലില്ല. അതുകൊണ്ടാണ് ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന രാംനാഥ് കോവിന്ദ് പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ തൊഴാൻ ചെന്നപ്പോൾ അദ്ദേഹം തൊഴുതിറങ്ങിയതിന് ശേഷം പുരി ജഗന്നാഥ ക്ഷേത്രം പുണ്യാകം തെളിക്കുകയാണ് ചെയ്തത്. പറഞ്ഞു വന്നത്, ഒരു ദളിതൻ ഏറ്റവും ഉന്നതമായ പദവിയിലാണെങ്കിൽ പോലും സാമൂഹികമായ പുറന്തള്ളൽ ഹിംസ നേരിടേണ്ടി വരുന്നു. ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ് ആദിവാസി വിഭാഗത്തിൽ നിന്ന് വരുന്ന ദ്രൗപദി മുർമു. അവരെ പാർലമെൻറ്റ് ഉദ്ഘാടന സന്ദർഭത്തിൽ നിന്നും മാറ്റി നിർത്തി, രാമക്ഷേത്ര ഉദ്ഘാടന സന്ദർഭത്തിൽ നിന്ന് മാറ്റി നിർത്തി. ഈ പുറന്തള്ളൽ ഹിംസ നമ്മുടെ രാജ്യത്ത് തുടരുകയാണ്. അവിടെയാണ് നവോത്ഥാനം എന്ന് പറയുന്ന ആശയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസക്തി. നവോത്ഥാനം അയിത്ത ശരീരങ്ങളെ തുല്യ പൗര ശരീരങ്ങളാക്കി മാറ്റിയെടുത്തു എന്നുള്ളതാണ്. അയിത്ത ശരീരങ്ങളെ തുല്യ പൗര ശരീരങ്ങളാക്കി മാറ്റിയെടുത്തു. ആ നിലയ്ക്ക് നോക്കിയാൽ ഇന്ത്യൻ ഭരണഘടന നമ്മുടെ സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെ ഒരു തുടർച്ചയിലാണ് ഉയിർക്കൊണ്ടു വന്നിട്ടുള്ളത് നമുക്ക് മനസ്സിലാകും. നോക്കൂ, ഇന്ത്യൻ ഭരണഘടന ആമുഖത്തിൽ പറയുന്നത് എന്താണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, സ്വാഭിമാനം. ഡിഗ്നിറ്റി, സ്വാഭിമാനം, ആത്മാഭിമാനം എന്ന് പറയുന്ന ഒരു വാക്ക് ഇന്ത്യയിലെ ഇതിഹാസ പുരാണ പാഠങ്ങൾ പരിശോധിച്ച് നമുക്ക് കാണാൻ കഴിയില്ല. ആത്മാഭിമാനത്തെ നമുക്ക് തന്നത് എന്താണ്? ഇന്ത്യയിൽ നടന്ന സാമൂഹ്യ നവോത്ഥാന പ്രക്ഷോഭങ്ങളും ഇന്ത്യൻ ഭരണഘടനയുമാണ് മനുഷ്യരെ ആത്മാഭിമാനമുള്ള, ഡിഗ്നിറ്റിയുള്ള ശരീരങ്ങളാക്കി മാറ്റിയെടുത്തത് എന്നുള്ളതാണ്. അതുകൊണ്ട് നവോത്ഥാനത്തിൻ്റെ സാമൂഹ്യ വിപ്ലവ പ്രക്രിയയുടെ തുടർച്ചയിലാണ് ഇന്ത്യൻ ഭരണഘടന ഉദയം ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ നവോത്ഥാനത്തെപ്പറ്റി പൊതുവെ പറയുമ്പോൾ മന്നത്ത് പത്മനാഭൻ, ചട്ടമ്പി സ്വാമി, നാരായണ ഗുരു എന്നൊക്കെ നമ്മളിങ്ങനെ ഒറ്റ വരിയിൽ അങ്ങ് പറഞ്ഞു പോകുമല്ലോ. അങ്ങനെ ഇവരെല്ലാം കൂടെ ഒറ്റ വരിയിൽ ഒറ്റ നിരയിൽ അടയാളപ്പെടുത്തുന്നതിൽ ചില പ്രശ്നങ്ങളുണ്ട്. ചട്ടമ്പി സ്വാമികൾ പ്രാചീന മലയാളം എഴുതി. പക്ഷേ എന്തിനാണ് അദ്ദേഹം പ്രാചീന മലയാളം എഴുതിയത്? ചട്ടമ്പി സ്വാമി പരശുരാമൻ കേരളം ബ്രാഹ്മണർക്ക് ദാനമായി കൊടുത്തതാണ് എന്ന കഥയെ വിമർശിക്കുന്നതിന് വേണ്ടിയാണ്, ആ ബ്രാഹ്മണ്യ സങ്കല്പത്തെ വിമർശിക്കുന്നതിന് വേണ്ടിയാണ് ചട്ടമ്പി സ്വാമികൾ എന്തെഴുതിയത്? പ്രാചീന മലയാളം എഴുതിയത്. പക്ഷേ എഴുതി വന്നപ്പോൾ എന്തായി? തീസീസിൻ്റെ കൺക്ലൂഷൻ എന്താണ്? പ്രാചീന മലയാളം ആരുടെ സ്വത്താണ്? നായന്മാരുടെ സ്വത്താണ്. ഇതാണ് കൺക്ലൂഷൻ. എന്തിനെയാണോ പുള്ളിക്കാരൻ വിമർശിച്ച അവസാനം മറ്റൊരു വഴിയിലേക്ക് കേരളത്തെ ശൂദ്രസ്ഥാനാക്കി മാറ്റുന്ന പ്രക്രിയയിലാണ് ചട്ടമ്പി സ്വാമിയുടെ നവോത്ഥാനം എത്തിച്ചേർന്നത് എന്നുള്ളതാണ്. അവിടാണ് ഈ പ്രശ്നം കിടക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ കൊളോണിയലിസത്തിനെതിരെയുള്ള വിമർശനം ഉന്നയിക്കുമ്പോൾ പോലും പൊതുവെ അഡ്രസ്സ് ചെയ്യാത്ത ഒന്നാണ് ഇന്ത്യൻ ബ്രാഹ്മണ്യം എന്ന് പറയുന്ന ആഭ്യന്തര കൊളോണിയലിസമാണ് ആദ്യം പരാജയപ്പെടുത്തേണ്ട കാര്യം. അതുകൊണ്ടാണ് സഹോദരൻ അയ്യപ്പനും കുമാരനാശാനും ഒക്കെ തന്നെ ഈ ആഭ്യന്തര കൊളോണിയലിസത്തിനെതിരെ പോരാടിയത്. അതുകൊണ്ട് അവർക്ക് സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരെ പുറത്താക്കുക മാത്രമല്ല, ബ്രിട്ടീഷുകാരെ പുറത്താക്കിയാലും സ്വാതന്ത്ര്യം കിട്ടാത്ത മനുഷ്യർ ഇന്ത്യയിലുണ്ട്. അതുകൊണ്ട് ഗാന്ധിക്ക് എന്ത് നടത്താൻ കഴിയും? ഗാന്ധിക്ക് സ്വാതന്ത്ര്യ സമരം നടത്താൻ കഴിയും, വിജയിക്കാനും ചിലപ്പോൾ കഴിഞ്ഞേക്കും.
അതുകൊണ്ട് ഡോക്ടർ BR അംബേദ്കർ ഗാന്ധിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, നിങ്ങളുടെ സ്വരാജ് സവർണ സ്വരാജാണെന്ന് പറഞ്ഞു. നിങ്ങൾ സ്വരാജിനെ പറ്റി പറയുന്നു, പക്ഷെ അത് ഞങ്ങളെ ഉൾക്കൊള്ളുന്ന സ്വരാജ് അല്ല, അത് സവർണ സ്വരാജ. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുന്നതിൽ ഡോക്ടർ BR അംബേദ്കർ ഭയപ്പെട്ടു. കാരണം ഭരണം ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യയിലെ സവർണ ഒളിഗാർക്കിയിലേക്കാണ് തിരിച്ചെത്താൻ പോകുന്നത് എന്ന് ഡോക്ടർ BR അംബേദ്കർ തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴും ആ സവർണ സ്വരാജ് തുടരുകയാണ്. ഇന്ത്യയിലെ IIT-കളിൽ 6049 അധ്യാപക തസ്തികകളിൽ 121 പേരൊഴിച്ചാൽ മുഴുവൻ ആളുകളും വരേണ്യ വിഭാഗത്തിൽ നിന്നുള്ളവരാണ്, മുഴുവൻ ആളുകളും. കേരളത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള കോളേജുകളിലും സ്കൂളുകളും എല്ലാം പരിശോധിച്ചാൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ പ്രാതിനിധ്യം വട്ടപൂജ്യമാണ്, ശൂന്യാൽ ശൂന്യതരമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സ്ഥാപനങ്ങളിൽ ഒരു വിപ്ലവം നടക്കണ്ടേ? ആര് നടത്തും? പൂച്ചയ്ക്കാര് മണി കെട്ടുമെന്ന് പറയുന്ന കഥ പറഞ്ഞിട്ട് കാര്യമില്ല. അതാ നവോത്ഥാനത്തെ സംബന്ധിച്ച് ചർച്ച സെമിനാറിൽ ഒതുങ്ങിയാൽ പോരാ, അത് പ്രവർത്തിക്കാൻ ആരുണ്ട് എന്നാണ് ചോദ്യം. സെമിനാർ അവതരിപ്പിക്കാൻ ഫണ്ട് കിട്ടും, ശരിയാ, പക്ഷെ അത് കഴിഞ്ഞ് ഈ ആശയം എവിടെ ഏറ്റെടുക്കപ്പെടും എന്നുള്ളതാണ് ചോദ്യം. അതുകൊണ്ട് 2 കാര്യങ്ങളാണ് സൂചിപ്പിക്കാനുള്ളത്. ആഭ്യന്തര കൊളോണിയലിസത്തെ പരാജയപ്പെടുത്തിയാൽ, ബ്രാഹ്മണ്യം എന്ന് പറയുന്ന ആഭ്യന്തര കൊളോണിയലിസത്തെ പരാജയപ്പെടുത്താതെ നവോത്ഥാനത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. നവോത്ഥാനം സ്റ്റക്കായിട്ട് നിൽക്കുക, നമ്മൾ ആ ഭൂതകാല കുളിരിൽ ജീവിക്കുക, നമ്മളെല്ലാം നല്ല നല്ല ആളുകളാണ് എന്ന് മനക്കോട്ട കെട്ടി അതിനകത്ത് ജീവിക്കുക. യഥാർത്ഥത്തിൽ നല്ല ആളുകളൊന്നും അല്ല, നല്ല ആളുകളാണ് നമ്മുടെ തോന്നൽ മാത്രമാണ്, നല്ല ആളുകളേ അല്ല. നല്ല ആളുകളല്ലാത്തത് കൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് കേരളത്തിലെ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സവർണ കോട്ടയായിട്ട് ഇപ്പോഴും തുടരുന്നത് അതുകൊണ്ടാണ്. അവിടെ ദളിതർ എത്ര പേരുണ്ട്, ആദിവാസികൾ എത്ര എന്ന് ചോദിച്ചാൽ കുഴയും, നല്ലോണം കുഴയും, ആരുമില്ല. അപ്പോൾ ദളിതരെയും ആദിവാസികളെയും പിന്നോക്കക്കാരെയും പുറന്തള്ളുന്ന പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സൃഷ്ടിച്ച് നവോത്ഥാനത്തെ നമ്മൾ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നോക്കിയാൽ മതപരിവർത്തനം എന്ന് പറയുന്ന ആശയം അതും കൂടെ നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഛത്തീസ്ഗഡിൽ നമ്മൾ കണ്ടു, ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകൾ മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ചാണ് അവരെ ദിവസങ്ങളോളം ജയിലിൽ പിടിച്ചിട്ടത്. അതാണ് ബ്രിട്ടീഷ് മിഷണറിമാരുടെ സേവനം എന്താണ് കേരളത്തിൽ ചെയ്തത്, എന്താണ് ഇന്ത്യയിൽ ചെയ്തത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ട വിഷയമാണ്. അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് അറിയുന്നത് യഥാർത്ഥത്തിൽ ആത്മാഭിമാനമുള്ള മനുഷ്യരായി ജീവിക്കുന്നതിന് ബ്രിട്ടീഷ് മിഷണറിമാരുടെ സേവനം ഇന്ത്യയിലെ കീഴോർ സമൂഹത്തിൽപ്പെട്ട മനുഷ്യർക്ക് റോബിൻ ജെഫ്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഉപാദാനമായി തീർന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഛത്തീസ്ഗഡിൽ ആ കന്യാസ്ത്രീകളുടെ കൂടെയുള്ള സിസ്റ്റർമാർ ആ ആദിവാസി സ്ത്രീകൾ യുവാവും പറഞ്ഞ എന്താണ്, ഞങ്ങളെ ജോലിക്ക് വേണ്ടി കൊണ്ടുപോയതാണ്, ഞങ്ങൾ സ്വന്തം ഇഷ്ടത്തിന് പോയതാണ്. എത്രമാത്രം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ ബ്രിട്ടീഷ് മിഷണറിമാരുടെ പ്രവർത്തനത്തിൽ ഇന്ത്യയിലെ വ്യത്യസ്ത പ്രദേശത്ത് നടക്കുന്നുണ്ട്. സംഗതി വളരെ ലളിതമാണ്. ഇന്ത്യയിലെ ആദിവാസികളും ഇന്ത്യയിലെ ദളിതരും ഇന്ത്യയിലെ പിന്നോക്കക്കാരെയും ബ്രാഹ്മണ മതത്തിൻ്റെ അടിമകളായി എക്കാലവും നിലനിർത്തണം. ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനം മൂലം അവർ വിദ്യാഭ്യാസം ആർജിക്കുകയും ഉന്നത മേഖലകളിലേക്ക് പോവുകയും സരസ്വതി വിജയത്തിൽ പറഞ്ഞതുപോലെ ഒരു പുലയനായ മരത്തൻ യേശുദാസ് എന്ന് പറഞ്ഞ ജഡ്ജിയായി മാറുന്നത് ഇന്ത്യൻ ബ്രാഹ്മണ്യത്തിന് സഹിക്കാത്തത് കൊണ്ടാണ് ആ കന്യാസ്ത്രീകളെ പിടിച്ച് ജയിലിലടച്ചത്. അതുകൊണ്ട് അത് ക്രിസ്ത്യാനികൾക്കെതിരായ കന്യാസ്ത്രീകൾക്കെതിരായ ഹിന്ദുത്വവാദികളുടെ യുദ്ധം മാത്രമല്ല, ഇന്ത്യയിലെ ആദിവാസികൾക്കും ദളിതർക്കും പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കും ബഹുജനങ്ങൾക്കുമെതിരായ യുദ്ധാഹ്വാനമാണ് യഥാർത്ഥത്തിൽ കന്യാസ്ത്രീകളെ ജയിലിലടച്ചതിലൂടെ അവർ കാണിച്ചു തന്നത്. അതുപോലെ പൗരത്വ നിയമവും അതുപോലെ തന്നെയാണ് എന്നുള്ളതാണ്. അപ്പം മതപരിവർത്തനം എന്ന് പറയുന്ന ആശയം എന്താണ് കേരളത്തിൽ ചെയ്തത്? 1930-കളിൽ കേരളത്തിലുണ്ടാകുന്ന ക്ഷേത്രപ്രവേശന കമ്മിറ്റി റിപ്പോർട്ട് വരുന്നുണ്ട്. ആ കമ്മിറ്റി റിപ്പോർട്ടിൽ അതിൻ്റെ അധ്യക്ഷൻ ഉള്ളൂർ എസ് പരമേശ്വരയ്യരായിരുന്നു. അതിനകത്ത് അദ്ദേഹം രേഖപ്പെടുത്തുന്നു, കേരളത്തിൽ ബ്രിട്ടീഷ് മിഷണറിമാരുടെ പ്രവർത്തനവും മുഹമ്മദ് മതത്തിൻ്റെ സവിശേഷമായ ഇടപെടലും കേരളത്തിലെ ജാതി വ്യവസ്ഥയ്ക്ക് കോട്ടം വരുത്തി എന്നാണ് ആരെഴുതിയത്? ഉള്ളൂർ തൻ്റെ റിപ്പോർട്ടിൽ എഴുതിയത്. അല്ലാതെ വ്യാസനും വാൽമീകിയും എഴുത്തച്ഛനും ഒക്കെ വിപ്ലവകാരികളായിരുന്നെങ്കിൽ ഇവിടെ ജാതി വ്യവസ്ഥ കാണത്തില്ലല്ലോ. ഒരു അംബേദ്കർ വേണ്ടി വന്നു, ഒരു നാരായണ ഗുരു വേണ്ടി വന്നു, മഹാത്മാ ഭൂലെ വേണ്ടി വന്നു ഇതിനെയൊക്കെ ചോദ്യം ചെയ്യാൻ. അല്ലാതെ ഇതിഹാസ പുരാണ പാഠപാരമ്പര്യങ്ങളൊന്നും ചെയ്തില്ല. തത്വമസി പറയുന്നു ഇല്ലേ, ചാന്തോക്യോപനിഷത്ത് തത്വമസി പറയുന്നു. സുകുമാർ അഴീക്കോടിൻ്റെ പുസ്തകത്തിൻ്റെ പേര് തത്വമസി എന്നാണ്. പക്ഷേ
ഡോക്ടർ ബി ആർ അംബേദ്കർ പറയും, ഒരു കയ്യിൽ തത്വമസിയും മറുകൈയിൽ ജാതി വ്യവസ്ഥയും കൊണ്ട് നടക്കാൻ ഒരു ബുദ്ധിശൂന്യന് മാത്രമേ കഴിയൂ. തത്വമസി പറയുന്ന ചാന്തോക്യോപനിഷത്തിൽ തന്നെയാണ് പറയുന്നത് ചണ്ടാളന്മാർക്ക് യാഗശാലയിൽ പ്രവേശനം ഇല്ല, പാടില്ല എന്ന് പറയുന്നത് ഏത് ഉപനിഷത്തിൽ തന്നെയാണ്? ചാന്തോക്യോപനിഷത്തിൽ തന്നെ. ഇത് രണ്ടും കൂടെ അങ്ങനെ ചേരും. അപ്പോൾ തത്വമസി എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് മൃഷ്ടാന്നമായിട്ട് ഊണ് കഴിഞ്ഞ് രണ്ട് നമ്പൂതിരിമാർക്ക് മാത്രം പരസ്പരം പറയാൻ കഴിയുന്നൊരു വാക്യമാണ് തത്വമസി. അവർക്ക് മാത്രമേ ഇത് പറയാൻ കഴിയത്തുള്ളൂ. കാരണം ഊണ് കഴിഞ്ഞ് വെടിവട്ടം പറയുമ്പോൾ തത്വമസി, ഞാനും നീ ഒന്നാകുന്നൊരു രണ്ട് നമ്പൂതിരിമാർക്കേ പറയാൻ കഴിയൂ, മറ്റു മനുഷ്യർക്ക് പറയാനേ കഴിയില്ല. അതുകൊണ്ട് തത്വമസി ഇന്ത്യയിൽ പ്രവർത്തിച്ചിട്ടേയില്ല, നമ്പൂതിരിമാർക്കിടയിലല്ലാതെ. അതാണ് യാഥാർത്ഥ്യം. ഇങ്ങനെ നോക്കിയാൽ അടിസ്ഥാനപരമായി നവോത്ഥാനം എന്ന് പറയുന്ന ആശയം കേരളം കൊണ്ടു നടന്ന, മലയാളി കൊണ്ടു നടന്ന ജാതി ജീവിതത്തെ സമ്പൂർണമായി വെടിയുവാനും ജാതി മൂല്യങ്ങൾ ഉപേക്ഷിച്ച് ആധുനിക മനുഷ്യ ശരീരമായി മാറുവാനും ആഹ്വാനം ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. വേലുക്കുട്ടി അരയനെ സംബന്ധിച്ച് നമ്മൾ സവിശേഷമായി പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. തകഴിയുടെ ചെമ്മീൻ എന്ന് പറയുന്ന വിഖ്യാതമായ നോവൽ അത് സിനിമയായി മാറി. അതിനകത്ത് കടലിൽ പോകുന്ന പുരുഷൻ, അയാൾ ഒരു കുഴപ്പമില്ലാതെ കരയിൽ തിരിച്ചെത്തണമെങ്കിൽ കരയിലിരിക്കുന്ന സ്ത്രീ പാതിവൃത്യമുള്ളവളായിരിക്കണമെന്നാണ് തകഴി ചെമ്മീനിൽ എഴുതി പിടിപ്പിച്ചത്. വേലിക്കുട്ടി അരയൻ അതിനെ ചോദ്യം ചെയ്തു. ഞങ്ങളുടെ ഇടയിൽ ഇങ്ങനൊരു വിശ്വാസമേ ഇല്ല, തകഴിക്ക് ഇത് എവിടുന്ന് കിട്ടിയെന്നാണ് ആര് ചോദിച്ചത്? വേലിക്കുട്ടി അരയൻ ചോദിച്ചത്. നമ്മുടെ സാമൂഹ്യ പ്രക്രിയ മലയാളി തകഴിയെ മഹാനായ സാഹിത്യകാരനാക്കുകയും വേലുക്കുട്ടി അരയനെ ഇരുട്ടത്ത് നിർത്തുകയും ചെയ്തു. വേലുക്കുട്ടി അരയൻ്റെ സാമൂഹ്യ വിമർശനത്തെ വീണ്ടെടുക്കാൻ മലയാളി തയ്യാറായില്ല. ചെമ്മീനെതിരെ അക്കാലഘട്ടത്തിൽ തന്നെ അതിശക്തമായ വിമർശനമാണ് ആരുന്നയിച്ചത്? വേലുക്കുട്ടി അരയൻ ഉന്നയിച്ചത്. അതിന് ഇപ്പോഴും പ്രസക്തിയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് കേരള സമൂഹം നവോത്ഥാനത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ വീണ്ടെടുക്കേണ്ടത് സ്വാമി വിവേകാനന്ദനെ അല്ല. നമ്മൾ കേരള നവോത്ഥാനത്തെ പറ്റി പറയുമ്പോൾ പേർത്തും പറയുന്നൊരു കാര്യമാണ്, സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു കേരളം ഭ്രാന്താലയമാണ്. അങ്ങ് ചില്ലിട്ട് സുവർണ ലിപികളിൽ പ്രതിഷ്ഠിച്ചിരിക്കുക. എന്ത് നവോത്ഥാനമാണ് സ്വാമി വിവേകാനന്ദൻ കേരളത്തിൽ ചെയ്തത്? ഒരു നവോത്ഥാനവും ചെയ്തില്ല, ഒന്നും ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്? ഈ മലബാറുകാരെല്ലാം ഭ്രാന്തന്മാരാണെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? മതപരിവർത്തനം നടത്തിയ പിന്നോക്കക്കാരും മറ്റ് ഇതര അബ്രാഹ്മണരും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമായി കഴിയുമ്പോൾ അന്തസ്സായിട്ട് റോഡിലൂടെ നടക്കാൻ കഴിയും. ഇതെന്തൊരു ഭ്രാന്ത് എന്നാണ് ആര് പറഞ്ഞത്? വിവേകാനന്ദൻ പറഞ്ഞത്. അല്ലാതെ കേരളത്തിലെ ജാതി വ്യവസ്ഥ കണ്ടിട്ട് ദുഃഖിക്കാൻ. ബംഗാളിൽ ജാതി ഇല്ലാത്ത സ്ഥലമൊന്നും ആയിരുന്നില്ലല്ലോ, ബംഗാൾ പരമമായ വിശുദ്ധ പ്രദേശമൊന്നും ആയിരുന്നില്ലല്ലോ. അപ്പോൾ ബംഗാളിലെ ജാതി വ്യവസ്ഥയെക്കാൾ ഭീകരമായിട്ടൊന്നും കേരളത്തിലുണ്ടായിരുന്നില്ല, എല്ലാം ഒന്ന് തന്നെ ആയിരുന്നു. അപ്പോൾ വിവേകാനന്ദൻ്റെ പ്രശ്നം എന്താ? ആളുകൾ മതം മാറുന്നു. ഇതാണ് വിവേകാനന്ദൻ്റെ പ്രശ്നം. ഇപ്പോഴത്തെ ഹിന്ദുത്വവാദികളുടെ പ്രശ്നം എന്താണോ അതേ പ്രശ്നമാണ് വിവേകാനന്ദനെ അലട്ടിയത്. അത് നമ്മൾ പറയുന്നില്ല. ജാതി വ്യവസ്ഥ ഈശ്വരൻ നൽകിയ വരദാനമാണെന്ന് പറഞ്ഞ ആളാണ് സ്വാമി വിവേകാനന്ദൻ. കേരളത്തിന് അദ്ദേഹം വലിയ വിപ്ലവകാരിയാണ്. എന്ത് വിപ്ലവമാണ് വിവേകാനന്ദൻ നടത്തിയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ജാതി വ്യവസ്ഥ ഇന്ത്യൻ സമൂഹത്തിന് ദൈവം നൽകിയ വരദാനമാണെന്ന് പറഞ്ഞ മഹാനാണ് വിവേകാനന്ദൻ. ആര്യന്മാർ മറ്റാരോടും കലരാതിരുന്നത് കൊണ്ട് അവർ ശുദ്ധവംശമായി തുടരുന്നു എന്ന ആര്യൻ വംശീയവാദം ഉയർത്തിപ്പിടിച്ച ആളാണ് വിവേകാനന്ദൻ. ഹിന്ദു സമൂഹത്തിൽ നിന്ന് പുറത്തു പോകുന്ന ഏതൊരാളും താഴെ തലത്തിലുള്ളവർ മാത്രമല്ല ശത്രുവാണ് എന്ന് എഴുതിയ ആളാണ് വിവേകാനന്ദൻ. 97, 98, 2000, 2002 ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കുമെതിരെ ഗുജറാത്തിൽ കലാപം നടന്നപ്പോൾ വിവേകാനന്ദൻ ഈ വാക്കുകളാണ് ബിൽ ബോർഡുകളിലും പ്ലക്കാർഡുകളിലും ഹിന്ദുത്വവാദികൾ ഉപയോഗിച്ചത് എന്ന് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് വിവേകാനന്ദനെ വിപ്ലവകാരിയാക്കുന്നതൊക്കെ നമ്മൾ ആ പരിപാടി ഒന്ന് അവസാനിപ്പിക്കണം. അദ്ദേഹം വലിയ വിപ്ലവകാരിയൊന്നും അല്ല. ജാതി വ്യവസ്ഥയുടെ സംസ്ഥാപകനും പ്രോക്താവും വക്താവും കൂടിയായിരുന്നു വിവേകാനന്ദൻ. തന്നെയുമല്ല, ശങ്കരാചാര്യരെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, ജാതി വ്യവസ്ഥ പണ്ടേ പോലെ പുനഃസ്ഥാപിക്കുന്നതിന് ഭഗവാൻ നാരായണൻ അവതരിക്കുമെന്ന് ശങ്കരാചാര്യർ ഗീതാഭാഷ്യത്തിൻ്റെ ആമുഖത്തിൽ പറയുന്നുണ്ടല്ലോ എന്ന് വിവേകാനന്ദൻ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് അതിന് എതിരഭിപ്രായമൊന്നുമില്ല.
ചാതുർവർണ്ണയത്തിനോട് എതിരഭിപ്രായമില്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ അദ്ദേഹം ചില വാക്കുകൾ അമേരിക്കയിൽ പോയി പറഞ്ഞത് കേട്ടിട്ട് ഇന്ത്യക്കാർ അത് കേട്ട് കോൾമേർ കൊള്ളേണ്ട ആവശ്യമില്ല. സഹോദരൻ അയ്യപ്പൻ പറഞ്ഞു, അമേരിക്കയിൽ പോയി വിവേകാനന്ദൻ ഇന്ത്യൻ ജാതി വ്യവസ്ഥയെ വാർണിഷിട്ട് കാണിക്കുകയായിരുന്നു എന്ന് സഹോദരൻ അയ്യപ്പൻ അന്നേ തന്നെ വിമർശിച്ചു. ഡോക്ടർ എസ് രാധാകൃഷ്ണനെ അന്നേ തന്നെ വിമർശിച്ചു സഹോദരൻ അയ്യപ്പൻ. അദ്ദേഹം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ പ്രസ്താവനയെ മുൻനിർത്തി അയ്യപ്പൻ പറഞ്ഞു, ഈ വേദേതിഹാസ പുരാണങ്ങൾ ഇത്ര മഹത്തായിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ വ്യാധി അതിനെന്നേ തീർക്കാൻ കഴിയുമായിരുന്നു. ഈ തറവാട്ട് ഘോഷണം കൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് സഹോദരൻ അയ്യപ്പൻ ഡോക്ടർ എസ് രാധാകൃഷ്ണനെയും വിവേകാനന്ദനെയും വിമർശിച്ചുകൊണ്ട് പറഞ്ഞു. അതുകൊണ്ട് നവോത്ഥാനത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ വീണ്ടെടുക്കേണ്ടത് വിവേകാനന്ദനെയല്ല, സഹോദരൻ അയ്യപ്പനെയും നാരായണ ഗുരുസ്വാമികളെയും വേലുക്കുട്ടി അരയനെയും ആണ് നമ്മൾ വീണ്ടെടുക്കേണ്ടത്. അല്ലാതെ നവോത്ഥാനത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോഴെല്ലാം വിവേകാനന്ദൻ കേരളം ഭ്രാന്താലയമാണെന്ന് പറഞ്ഞു എന്ന് നമ്മൾ സഹസ്രനാമം ചൊല്ലിയിട്ട് കാര്യമൊന്നുമില്ല. ചില സഹസ്രനാമം ഉപേക്ഷിക്കുക എന്നുള്ളത് കൂടിയാണ്. കാരണം നമ്മൾ ഈ ലളിതാ സഹസ്രനാമത്തിൽ പറയുമല്ലോ, എന്താ പറയുന്നത്? വിപ്രപ്രിയ വിപ്രരൂപ വിശ്വഭ്രമണകാരിണി വിശ്വഗ്രാസ വിദ്രുമാഭ വൈഷ്ണവി വിഷ്ണുരൂപിണി. അപ്പോൾ ദേവിയെ പുകഴ്ത്തുക ലളിതാ സഹസ്രനാമത്തിൽ. പക്ഷെ പറയുന്നത് എന്താ? വിപ്രപ്രിയ, ബ്രാഹ്മണനോട് പ്രിയമുള്ളവൾ. ഇതെന്തൊരു പുകില്? ദേവിക്ക് ബ്രാഹ്മണരെ മാത്രമേ ഇഷ്ടമുള്ളൂ. അപ്പം നമ്മുടെ ദൈവസങ്കല്പം പോലും എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന ദൈവങ്ങളല്ല, ബ്രാഹ്മണരെ മാത്രം ഇഷ്ടപ്പെടുന്ന ദൈവങ്ങൾ. എല്ലാ മനുഷ്യരെയും ഇഷ്ടപ്പെടുന്ന ദൈവത്തെ കൊണ്ടുവന്നത് നവോത്ഥാനമാണ്. അതുകൊണ്ട് ഗുരുസ്വാമികൾ എഴുതി, ദൈവമേ കാത്തുകൊൾകങ്ങ് കൈവിടാതിന്ന് ഞങ്ങളെ നാവികൻ നീ ഭവാബ്ദിക്കൊരാവിവൻ തോണി നിൻ പദം. കേരള നവോത്ഥാനമാണ് എല്ലാവരെയും തൊടുന്ന ഒരു ദൈവത്തെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് ഗുരു എഴുതി, കൈവിടാതിന്ന് ഞങ്ങളുടെ കയ്യിൽ നിന്ന് വിടാത്ത ദൈവമേ എന്ന് ഗുരു പ്രാർത്ഥിച്ചു. കാരണം അതുവരെയുള്ള ദൈവങ്ങളെല്ലാം എന്താണ്? ആരെയും തൊടാൻ പാടില്ല, തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയുള്ള ദൈവസങ്കല്പത്തെ ആവിഷ്കരിച്ചു എന്നുള്ളതാണ്. ഇങ്ങനെ നമ്മൾ നോക്കിയാൽ നവോത്ഥാനം എന്ന് പറയുന്ന സങ്കല്പം അടിസ്ഥാനപരമായി 3 പ്രധാനപ്പെട്ട ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചു. ആ 3 ആശയങ്ങളിലൊന്ന് പ്രാതിനിധ്യ ജനാധിപത്യം, 2 ജാതി അസമത്വ വ്യവസ്ഥയ്ക്കെതിരായ നിലപാടുകളെ കേരള നവോത്ഥാനം ഉയർത്തിപ്പിടിച്ചു എന്നുള്ളതാണ്. 3ാമത്തത് സമത്വ സമൂഹം നിലവിൽ വരുന്നതിന് വേണ്ടിയുള്ള നിശിതമായ പോരാട്ടങ്ങൾ നടത്തി എന്നുള്ളതാണ്. ഇപ്പം ടി ശ്രീകുമാർ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ പൊതുവെ വാദിക്കുന്നത് കേരള നവോത്ഥാനത്തിൻ്റെ പ്രാരംഭം തിരുനിഴൽമാലയിലാണെന്നാണ് ടി ശ്രീകുമാർ വാദിക്കുന്നത്. അദ്ദേഹം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയാണ്, ഞാൻ ആദരിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ഈ വാദത്തോട് ഒട്ടും യോജിപ്പില്ല എന്ന് പറയട്ടെ. കേരള നവോത്ഥാനത്തിൻ്റെ പ്രാരംഭം എങ്ങനെയാണ് തിരുനിഴൽമാലയാകുന്നത്? അന്തരീക്ഷത്തിലേക്ക് ഉയരുന്ന ഹോമധൂളികളെ വാഴ്ത്തുന്ന, ഹോമകുണ്ടത്തിൽ നിന്ന് ബ്രാഹ്മണർ നടത്തുന്ന ഹോമത്തിൻ്റെ ധൂളികൾ അന്തരീക്ഷത്തിലേക്ക് ഉയർത്തുന്നതിനെ വാഴ്ത്തുന്ന പുസ്തകമാണ് തിരുനിഴൽമാല. ആ തിരുനിഴൽമാല എങ്ങനെയാണ് കേരള നവോത്ഥാനത്തിൻ്റെ പ്രാരംഭമാകുന്നത്? കേരള നവോത്ഥാനത്തിൻ്റെ പ്രാരംഭം മഹാത്മാ അയ്യങ്കാളിയിലും പൊയ്കയിൽ അപ്പച്ചനിലുമാണ് എന്നുള്ളതാണ്, അല്ലാതെ തിരുനിഴൽമാലയിലല്ല. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പ്രാരംഭം മഹാത്മാ ഫൂലെയിലും പെരിയാറിലും ഡോക്ടർ ബി ആർ അംബേദ്കറിലുമാണ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പ്രാരംഭം എന്ന് പറയുന്നത്, അല്ലാതെ ഇതിഹാസ പുരാണ പാഠങ്ങളിലല്ല. ഇങ്ങനെ നോക്കിയാൽ ഈ നവോത്ഥാന ചരിത്രത്തിൻ്റെ ഒരു സവിശേഷമായ സമൂർത്ത ഘട്ടത്തിൻ്റെ പ്രതിഭാശാലിയായ വ്യക്തിത്വമായിരുന്നു പണ്ഡിറ്റ് കെ പി കറുപ്പൻ എന്നുള്ളതാണ്. അദ്ദേഹം 1932 മഹാരാജാസ് കോളേജിൽ അധ്യാപകനായി പ്രവേശിച്ചു. ഇവിടെ ജ്യോതിഭായ് സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസ വകുപ്പിൽ അധസ്ഥിതോപ സംരക്ഷകനായിരുന്നു, നാട്ടുഭാഷാ സൂപ്രണ്ട്, കൊച്ചി പ്രാഥമിക വിദ്യാഭ്യാസ പരിഷ്കരണ കമ്മിറ്റിയുടെ കൺവീനർ, ഭാഷാ പരിഷ്കരണ കമ്മിറ്റിയുടെ സെക്രട്ടറി, മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ പൗരസ്ത്യ ഭാഷാ പരീക്ഷാ ബോർഡ് അംഗം, അതിൻ്റെ തന്നെ ചെയർമാൻ, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയിൽ പരീക്ഷാ ബോർഡിൻ്റെ ചെയർമാൻ എന്നിങ്ങനെയുള്ള വ്യത്യസ്തമായ നിലകളിൽ ധാരാളം സേവനമനുഷ്ഠിച്ച ഒരാളായിരുന്നു പണ്ഡിറ്റ് കെ പി കറുപ്പൻ എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ 2 പ്രധാനപ്പെട്ട കൃതികളെപ്പറ്റി മാത്രമേ ഞാനിവിടെ സൂചിപ്പിക്കുന്നുള്ളൂ. അതിലൊന്നാണ് ഇവിടെ ജ്യോതിഭായ് സൂചിപ്പിച്ച ജാതിക്കുമ്മി എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കൃതി. ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ അനിഹിലേഷൻ ഓഫ് കാസ്റ്റിനോട് താരതമ്യപ്പെടുത്താവുന്നൊരു പുസ്തകമാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ്റെ ജാതിക്കുമ്മി. ഡോക്ടർ ബി ആർ അംബേദ്കർ പറയും, സഹമനുഷ്യരോടുള്ള ആദരവിൻ്റെ പേരാണ് ജനാധിപത്യം.
എന്താണ് ജനാധിപത്യം? സഹമനുഷ്യരോടുള്ള ആദരവിൻ്റെ പേരാണ് ജനാധിപത്യം. നമ്മുടെ കൂടെ ഇരിക്കുന്ന മനുഷ്യനോട് ആദരവോടുകൂടി നമുക്ക് പെരുമാറാൻ കഴിയുമ്പോഴാണ് നമ്മളൊരു ജനാധിപത്യ സമൂഹമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. നമ്മളങ്ങനെ സഹമനുഷ്യരോട് ആദരവില്ലാത്തത് കൊണ്ടാണ് ഈ പുഷ്പവതി ആരാണ് എന്ന് ചോദിക്കുന്നത്. സഹമനുഷ്യരോട് ആദരവില്ലാത്തത് കൊണ്ടാണ്. ഈ ദളിതർക്കും പട്ടികജാതിക്കാർക്കൊക്കെ ഇങ്ങനെ ഫണ്ട് കൊടുക്കേണ്ടതുണ്ടോ എന്ന് നമ്മുടെ ചില മഹാന്മാർ ചോദിക്കുന്നത് സഹമനുഷ്യരോട് ആദരവില്ലാത്തത് കൊണ്ടാണ്. മറ്റൊരു കാര്യം, ഇവരുടെയൊക്കെ ഈ സിനിമ ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടല്ലോ, അക്കാലത്ത് ഇതിനൊന്നും പറ്റിയ കക്ഷികളില്ലാത്തത് കൊണ്ടാണ് ഈ മഹാന്മാരുടെയൊക്കെ സിനിമ വലിയ മഹത്തായ സിനിമയായി പോയത്. അന്ന് പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും അന്ന് ഇടപെടാൻ കഴിയുന്ന ഒരു ശേഷിയുള്ള സമൂഹമായിരുന്നുവെങ്കിൽ ഇവരൊക്കെ ഇന്ന് അറിയപ്പെടുന്ന കലാകാരന്മാരൊന്നും ആയിരിക്കുകയില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പുണ്ട്. അതായത് കേരളത്തിലെ ദളിതരെയും ആദിവാസികളെയും പുറത്തു നിർത്തിയാണ് ചില ആൾക്കാർ മഹാന്മാരായി കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൽ പ്രശോഭിക്കുന്നത് എന്നുള്ള സാമൂഹ്യ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് വാങ്ങിക്കുമ്പോൾ ചരിത്രത്വം ഉണ്ടാക്കുന്നതിന് വേണ്ടി കേന്ദ്രത്തിൽ നിന്ന് NSFDCയുടെ ഫണ്ടുണ്ട്. അതിന് പരിശീലനം കൊടുക്കണമെന്ന് ഇവർ പറയാത്ത എന്താ? കാരണം അത് പൊതുവായിട്ടുള്ള ഫണ്ടാണല്ലോ. അതിന് പരിശീലനം കൊടുക്കണമെന്ന് എന്തുകൊണ്ടാണ് ഈ മഹാന്മാർ പറയാത്തത്? അവിടാണ് ഇവരുടെ പൊള്ളത്തരവും കാപട്യവും കിടക്കുന്നതെന്നുള്ളതാണ്. ആദിവാസികൾക്കും ദളിതർക്കും ഫണ്ട് കൊടുക്കുമ്പോൾ അസഹിഷ്ണുതയാണ്. കാരണം എന്താണ്? സംവരണ വിരോധവും പ്രാതിനിധ്യ ജനാധിപത്യ വിരോധവുമാണ് അടൂർ ഗോപാലകൃഷ്ണനെ പോലെയുള്ളവരിൽ നിന്ന് ഈ ജാതിവെറി പരാമർശങ്ങൾ നിരന്തരം പുറത്തു വരുന്നത്. നമുക്കൊരാളെ അറിയത്തില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമുക്കൊരാൾ ഇപ്പോൾ അടൂര് പറഞ്ഞൊരു കാര്യം ഇത് ഇവിടെ വളരെ പ്രസക്തമാണെന്ന് വിചാരിക്കുന്നതാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ നവോത്ഥാനം എവിടെ വരെ എത്തിയെന്ന് ചോദിച്ചാൽ അതത് അടൂരിലെത്തി നിൽക്കുക. ആ ഫ്യൂഡൽ നാടുവാഴി മനോഭാവത്തിൽ നിന്ന് കേരളത്തിന് മുക്തരാകാൻ സാധിച്ചു എന്നുള്ളതാണ് അടിസ്ഥാനപരമായ ചോദ്യം. ഈ പുഷ്പവതി ആരാണ് എന്ന് ചോദ്യം ചോദിക്കുമ്പോൾ ആ പുഷ്പവതിയെ അറിയാനുള്ള ആ അറിവാർജിക്കാനുള്ളൊരു മനോഭാവം ഉണ്ടല്ലോ, അതിൻ്റെ പേരാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അല്ലാതെ അവരാരാണ്? അവരൊരു എൻറ്റൈറ്റി ആയിട്ട് അവതരിപ്പിക്കുക, ഏതോ ഒരു വസ്തുവിനെ പോലെ ഒരു മനുഷ്യ ശരീരത്തെ അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ദളിതരും ആദിവാസികളെ ഒന്നും തന്നെ മനുഷ്യ പദവിയിൽ ഇവരാരും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. നോക്കൂ, ഈ സെക്സ് സീൻ കാണാൻ വേണ്ടിയിട്ടാണ് ചാല കമ്പോളത്തിലെ തൊഴിലാളികൾ തിയേറ്ററിലേക്ക് വരുന്നെന്നാണ് അടൂരും ശ്രീകുമാരൻ തമ്പി ഒരുപോലെ പറഞ്ഞത്. എൻ്റെ അധ്യാപകനാണ് അടാട്ട് മാഷ് ഞങ്ങളുടെ ക്ലാസ്സിൽ പറയുന്നൊരു കാര്യമുണ്ട്. പാലാഴി മങ്കതൻ കൊങ്ക പുണരുന്ന കാർമുകിൽ വർണ്ണനെ കാണുമാറാകണം. വർഷങ്ങളായിട്ട് സന്ധ്യയ്ക്ക് അതിരുന്ന് ചൊല്ലിയിട്ട് അതിലൊരു പ്രശ്നമുള്ളതായിട്ട് ആർക്കും തോന്നിയിട്ടില്ല. ഈ കൊങ്ക പുണരുന്ന പാട്ട് ഇങ്ങനെ പച്ചക്കിരുന്ന് പാടാവോ എന്ന് ഞാൻ കൊങ്കയുടെ അർത്ഥമൊന്നും പറയുന്നില്ല. നിങ്ങൾ പോയി ഗൂഗിളിൽ ഇപ്പോൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം. ഞാൻ അതിൻ്റെ അർത്ഥം പറയുന്നില്ല. അപ്പോൾ അത് പച്ചക്കിരുന്ന് സന്ധ്യയ്ക്ക് പാടുന്നതിൽ ഒരു പ്രശ്നവും. രംഭാതുല്യം തുടയിണയും തവ ജങ്കായുകളും മണിനൂപുരവും, അതൊക്കെ പിന്നെ മഹത്താണല്ലോ, വലിയ മഹത്തായ കീർത്തനങ്ങൾ. ജയദേവരുടെ ഗീതാഗോവിന്ദം എടുത്ത് വായിച്ചു നോക്കണം, അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഈ എഴുതിയ ആളുകളുടെ പാട്ടെടുത്ത് പരിശോധിക്കണം, അതിനകത്ത് എന്താണെന്നുള്ളതെന്ന് പരിശോധിക്കണം. ആ സിനിമാ പാട്ടൊന്നും ഞാൻ തൽക്കാലം പാടാൻ ആഗ്രഹിക്കുന്നില്ല. സഹമനുഷ്യരോടുള്ള ആദരവിൻ്റെ പേരാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ആ ജനാധിപത്യ ബോധത്തിലേക്ക് വരുന്നതിന് വേണ്ടിയാണ് പണ്ഡിറ്റ് KP കറുപ്പൻ എന്തെഴുതിയത്? ജാതിക്കുമ്മി എന്ന് പറയുന്ന കൃതി എഴുതിയത്. അദ്ദേഹം പറയുന്നുണ്ട്, ഇക്കാണും ലോകങ്ങളീശ്വരൻ്റെ മക്കളാണെല്ലാം ഒരു ജാതി, നീക്കി നിർത്താമോ സമസൃഷ്ടിയെ ദൈവം നോക്കിയിരിപ്പില്ലേ യോഗപ്പെണ്ണേ, തീണ്ടൽ ധിക്കാരമല്ലയോ ജ്ഞാനപ്പെണ്ണേ. ഇക്കാണും ലോകങ്ങൾ ഈശ്വരൻ്റെ മക്കളാണെല്ലാം ഒരു ജാതി, നീക്കി നിർത്താമോ സമസൃഷ്ടിയെ ദൈവം നോക്കിയിരിപ്പില്ലേ യോഗപ്പെണ്ണേ, തീണ്ടൽ ധിക്കാരമല്ലയോ ജ്ഞാനപ്പെണ്ണേ. ഈ തീണ്ടൽ ഒരു ധിക്കാരമല്ലേ എന്നാണ് ആര് ചോദിക്കുന്നത്? കറുപ്പൻ ചോദിക്കുന്നത്. ഗാത്രത്തിനോ തീണ്ടലാത്മാവിനോ ഇത്ര നിഷ്കാരുണ്യമൊന്നു നോക്കാം, ഗാത്രം ഗാത്രത്തിനെ തീണ്ടുമെന്നോതുന്നത് എത്രയും അജ്ഞാനം യോഗപ്പെണ്ണേ, ബഹുചിത്രം ചിത്രം ചിത്രം ജ്ഞാനപ്പെണ്ണേ. അദ്ദേഹം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയും. ജാപ്പാനിലെങ്ങാനും തീണ്ടലുണ്ടോ,
യാപ്പാണത്തുണ്ടോ സിലോണിലുണ്ടോ ഇപ്പാരിലെങ്ങും ഇതുപോലെ അജ്ഞാനം കേൾപ്പാനയില്ലല്ലോ യോഗപ്പെണ്ണേ എന്തു കോപ്രായമാണിതു ജ്ഞാനപ്പെണ്ണേ. അടൂരിനോട് ചോദിക്കാനുള്ളത് ഇതാണ്, എന്തു കോപ്രായമാണിതു ജ്ഞാനപ്പെണ്ണേ. ലണ്ടൻ പരിഷ്കൃത രാജ്യമല്ലേ, ഉണ്ടോ അവിടെ ഈ തീണ്ടാട്ടം, കണ്ടവർ ഹിന്ദു വകുപ്പിലനേകം പേരുണ്ടല്ലോ സാക്ഷിക്ക് യോഗപ്പെണ്ണേ, തീണ്ടൽ കണ്ടകമാണല്ലോ ജ്ഞാനപ്പെണ്ണേ എന്ന് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ജാത്യാചാര അനുഷ്ഠാനങ്ങൾ കൊണ്ടു നടക്കുന്നവരോട് പണ്ഡിറ്റ് കറുപ്പൻ ചോദിക്കുന്ന അതേ ചോദ്യം ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നു, എന്തു കോപ്രായമാണിതു ജ്ഞാനപ്പെണ്ണേ. ഈ കോപ്രായം ഉപേക്ഷിച്ചാൽ മാത്രമേ നമുക്ക് എന്തായി തീരാൻ കഴിയുകയുള്ളൂ, അന്തസ്സുള്ള ആത്മാഭിമാനമുള്ള ശരീരങ്ങളായി മാറാൻ കഴിയുള്ളൂ. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതി എന്ന് പറഞ്ഞാൽ ബാലാകലേശം എന്ന് പറയുന്ന നാടകമായിരുന്നു. ആ ബാലാകലേശം എന്ന് പറയുന്ന നാടകം അടിസ്ഥാനപരമായി ജാതി വ്യവസ്ഥയ്ക്കെതിരായ ഒരു വലിയ ഡൈനാമിറ്റായിരുന്നു എന്നുള്ളതാണ്. കാരണം അതിനകത്തൊരു പ്രധാനപ്പെട്ട രംഗം ആവിഷ്കരിക്കുന്നുണ്ട്. ഒരു നമ്പൂതിരി തൻ്റെ ശിഷ്യന്മാരുമായിട്ട് ട്രെയിനിൽ കയറാൻ വരിക. അപ്പോൾ ആ നമ്പൂതിരി പറയുന്നൊരു രംഗമുണ്ട്, ഞാനിരിക്കുന്നിടത്ത് തീണ്ടൽ ജാതിക്കാരും തൊടാൻ പാടില്ലാത്തവരും ഒന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ സേവകൻ പറയുന്നുണ്ട്, അതൊന്നും ഇവിടെ നടക്കില്ല എന്നാണ് പറയുന്നത്. പറഞ്ഞു വന്നത്, തീവണ്ടി എന്ത് ചെയ്തു, നമ്മുടെ സമൂഹത്തിൽ നിന്നിരുന്ന ജാതി വ്യവസ്ഥ ഇല്ലാതാക്കി. ആ തീവണ്ടി കൊണ്ടുവന്നത്, ആ തീവണ്ടി കണ്ടുപിടിച്ചത് കണ്ണടച്ചിരുന്ന മഹർഷിമാരല്ല, ബ്രിട്ടീഷ് കൊളോണിയലിസമാണ് കൊണ്ടുവന്നത്. കണ്ണടച്ചിരുന്ന് ഒരു ചൂല് പോലും ഇന്ത്യയിലെ മഹർഷിമാർ കണ്ടുപിടിച്ചിട്ടില്ല. ഒരു മുട്ടുസൂചി പോലും വ്യാസനും വാൽമീകിയും കണ്ടുപിടിച്ചിട്ടില്ല. അതൊക്കെ കണ്ടുപിടിച്ചത്, ഈ കൃഷി ഉണ്ടാക്കിയത് രാജൻ ഗുരുക്കൾ പറയുന്നത് പോലെ ബ്രാഹ്മണർ കേരളത്തിൽ വന്ന് കൃഷി ഉണ്ടാക്കുകയായിരുന്നില്ല. കേരളത്തിലെ തദ്ദേശീയരായ ദളിതരും ആദിവാസികളുമാണ് കൃഷി കണ്ടുപിടിച്ചത് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യം എന്നുള്ളതാണ്. അപ്പോൾ അടിസ്ഥാനപരമായി നവോത്ഥാനം എന്ന് പറയുന്ന സങ്കല്പം നമ്മൾ ആത്മാഭിമാനമുള്ള മനുഷ്യ ശരീരങ്ങളായി സ്വയം പരിണമിക്കുവാനും മറ്റുള്ളവരെ സഹജീവികളായി കണ്ടുകൊണ്ട് അവരെ ആദരവോടുകൂടി വീക്ഷിക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതി ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അടിസ്ഥാനപരമായി ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞ പ്രസ്താവനയാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. അംബേദ്കർ പറഞ്ഞു, ഏതൊരു യുക്തിയെ നിഷേധിക്കുന്ന, ധാർമ്മികതയുടെ ഏതൊരു ഭാഗവും നിഷേധിക്കുന്ന വേദങ്ങളും ശാസ്ത്രങ്ങളും ഡൈനാമിറ്റ് വെച്ച് തകർക്കണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.